സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന വിമർശനമായിരുന്നു രാജ്നാഥ് സിംഗ് ഉന്നയിച്ചത്. അക്കാര്യവും സഭാരേഖകൾ നീക്കിയിരിക്കുകയാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സജീവമായ ഒട്ടനവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എല്ലാം നമുക്ക് ഈ മോർണിംഗ് വൈബ്സിൽ പരിശോധിക്കാം. നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസം 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ഇന്നലെ മുതൽ മലയാളികൾ നമ്മളുള്ളത്. ആലപ്പുഴ മാന്നാറിലെ കല എന്ന സ്ത്രീയുടെ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവ് അനിൽകുമാർ എന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. FIRന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകണം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച ഹാത്രസ് ദുരന്തം, അതിൽ മരണസംഖ്യ ഇങ്ങനെ അനുനിമിഷം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് മുന്നിലുള്ളതും ആ വാർത്ത തന്നെയാണ്. അതിന് പിന്നിൽ ഭർത്താവ് അനിൽകുമാർ എന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. FIRന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകണം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച ഹാത്രസ് ദുരന്തം, അതിൽ മരണസംഖ്യ ഇങ്ങനെ അനുനിമിഷം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദേശീയ തലത്തിൽ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണം. അതോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇനി കടന്നാൽ ഇന്നലെ ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ നന്ദി പ്രമേയ ചർച്ചയിലെ പ്രസംഗം തന്നെയാണ് ഏറെ ചർച്ചയായത് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങൾക്കെല്ലാം മോദി 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിലൂടെ കോൺഗ്രസിനെയും രാഹുലിനെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് മറുപടി നൽകുന്നത് നമ്മൾ കണ്ടു. ഇന്ന് രാജ്യസഭയിൽ മോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണം. അതോടൊപ്പം അങ്ങനെ നിരവധി വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. അതിലേക്കൊക്കെ വിശദമായി കടക്കാം. ആദ്യം നമുക്ക് മാന്നാറിലെ കൊലപാതക വാർത്തയിലേക്ക് തന്നെ ആണ് പോകുന്നത്. ആലപ്പുഴയിലെ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് 1-ാം പ്രതി ആണ് എന്നുള്ളതാണ് FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോലീസ് അത്തരത്തിൽ സ്ഥിരീകരിക്കുന്നു. കലയുടെ ഭർത്താവ് അനിൽ ഉൾപ്പെടെ 4 പേരാണ് ഈ കേസിൽ പ്രതികളായി ഉള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയതെന്നും FIRൽ പറയുന്നു. FIRന്റെ പകർപ്പ് ന്യൂസ് 18ന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു നമ്മളെല്ലാവരും. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത്. ഒരു പക്ഷേ ഈ പ്രതികൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതി അവരത്തരത്തിൽ വളരെ രഹസ്യമായും കൊണ്ടുപോയ ഒരു കുറ്റകൃത്യമാണ് കഴിഞ്ഞ ദിവസം വെളിച്ചത്തിലേക്ക് വന്നത്. ഇപ്പോൾ FIRന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ പറയുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനിൽകുമാർ ഈ കലയുടെ ഭർത്താവ് തന്നെയാണ് 1-ാം പ്രതി. എങ്ങനെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ആര്യ. ശരിക്കും FIRന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുസരിച്ച് 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. 1-ാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ്. അയാൾ നിലവിൽ ഇസ്രയേലിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജിനു, സൗമൻ, പ്രമോദ് എന്നിവരാണ് യഥാക്രമം 2, 3, 4 പ്രതികളായിട്ടുള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് കൊലപാതകം ചെയ്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് ഈ 4 പേരും ചേർന്ന് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. കലയ്ക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയത്തിലാണ് കൊലപാതകം നടത്തിയത്. മാത്രമല്ല, പെരുമ്പുഴ പാലത്തിൽ വെച്ചിട്ടാണ് കൊലപാതകം നടത്തിയത്. ഒരു മാരുതി കാറിലാണ് മൃതദേഹം കൊണ്ടുപോയത്. 2009 ഈ കൊലപാതകം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 302, 201, 34 എന്നീ വകുപ്പുകളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. മാന്നാറിലെ ഈ കല എന്ന് പറയുന്ന സ്ത്രീ തിരോധാനം ആ കേസിലാണ് ഇതുവരെയും ആ കേസിൽ പോയിരുന്നത്. 15 കൊല്ലമായി കലയെ കാണാതായിട്ട് എന്നാണ്. ഈ അനിൽകുമാർ കലയുടെ വീട്ടുകാരെ വിശ്വസിച്ചിരുന്നത് കല അവർക്ക് അവിഹിത ബന്ധമുള്ള ഒരു പാലക്കാട് സ്വദേശി സൂരജ് എന്നൊക്കെ ആ പേര് പറഞ്ഞിരുന്നു. അവരുമായി ഒളിച്ചോടിപ്പോയി എന്നായിരുന്നു ഈ അനിൽകുമാർ
കലയുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നത്. പക്ഷെ 2 മാസം കഴിഞ്ഞ് അയാൾ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു. ഈ കേസിൽ നിർണായകമായത് പോലീസിന് 2 ഊമക്കത്തുകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് ഈ കേസിലേക്കുള്ള ഈ 15 വർഷത്തിന് ശേഷം കേസിലേക്ക് വഴിത്തിരിവായത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അനിൽകുമാറിന്റെ ബന്ധുവായ ആളുടെ ഭാര്യയാണ് ഈ കത്തെഴുതിയത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അത് ആരെന്ന് വ്യക്തമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ അനിൽകുമാറിന്റെ ബന്ധു ഭാര്യയോട് കലയെ കൊന്ന് ശ്രദ്ധിക്കാണ്ടിൽ തള്ളിയതുപോലെ നിന്നെയും കൊന്ന് കുഴിച്ചും മൂടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. അതേ തുടർന്നാണ് ഇങ്ങനൊരു കൊലപാതക വിവരം ഓമക്കത്തിലൂടെ പുറത്തുവിട്ട് 2 ആഴ്ച മുൻപാണ് പോലീസിന് ഇങ്ങനൊരു ഓമക്കത്ത് ലഭിക്കുന്നത്. ഇപ്പോഴും ഈ അയച്ചിരിക്കുന്നത് അനിൽകുമാറിന്റെ ബന്ധുവിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യയാണ് എന്നാണ് ഒരു അഭ്യൂഹമുള്ളത്. പക്ഷെ അത് ആ കാര്യത്തിൽ വ്യക്തതയില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ് ഉമക്കത്ത് ലഭിച്ചത്. 15 വർഷം മുൻപാണ് കലയെന്ന യുവതിയെ കാണാൻ. അതായത് ഈ പറയുന്നത് പോലെ ഇന്നലെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സെപ്റ്റിക് ടാങ്കിൽ കലയെ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇനി ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം DNA പോലെയുള്ള മറ്റു പരിശോധനകൾ ഇനിയും നടത്താറുണ്ട്. അതിനുശേഷമാണ് ഇത് കലയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അനിൽകുമാറിന്റെ ബന്ധുക്കൾ തന്നെയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അനിൽകുമാറിന്റെ കാറിൽ തന്നെയാണ് മൃതദേഹം കണ്ടതായും അല്ലെങ്കിൽ മൃതദേഹം മറവ് ചെയ്യാൻ ഇവർ സഹായിച്ചെന്ന് പറയുന്നു. ഈ കൊലപാതകം നടത്തിയത് അനിൽകുമാർ ഒറ്റയ്ക്കാണ്. ഈ മൃതദേഹം മറവ് ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ പ്രതികളായി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് 3 പേർ, ഈ അനിൽകുമാറിന്റെ ബന്ധുക്കളായിട്ടുള്ള 3 പേർ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലല്ലേ പോലീസിന്റെ നിഗമനം? 4 പേരും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 3 പേര് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് തങ്ങൾ മൃതദേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും പിന്നെ അനിൽകുമാറാണ് കൊലപാതകം നടത്തിയത്, മൃതദേഹം മറവ് ചെയ്യാൻ തങ്ങൾ സഹായിച്ചു എന്നാണ് ഇന്നലെ ഈ 3 പേരും പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായത്. FIR-ൽ കൊലപാതകം 4 പേരും കൂടി ചേർന്ന് ചെയ്തു എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്തായാലും ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത്തരത്തിൽ മറ്റൊരാളുമായി കലയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് കലയെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കാറിൽ കയറ്റി ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടനാട്, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കറങ്ങാൻ പോകുന്നു, ഒരു ട്രിപ്പായി പോകുന്നു എന്ന് ധരിപ്പിച്ചുകൊണ്ട് കലയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. പോയതിനു ശേഷം ഇത്തരത്തിലൊരു കൊലപാതകം കാറിൽ വെച്ച് തന്നെ നടത്തുകയായിരുന്നു എന്നുള്ളത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ആസൂത്രിതമായി കൃത്യമായി ഗൂഢാലോചന നടത്തി നടപ്പാക്കിയ ഒരു കൊലപാതകം അല്ലേ? അങ്ങനെയാണ് ആര്യ വ്യക്തമാകുന്നത്. കലയെ ഈ പറഞ്ഞതുപോലെ ട്രിപ്പ് കൊണ്ടുപോകാനാണെന്നുള്ള സാഹചര്യത്തിൽ കുട്ടനാടുള്ള ഭാഗത്തൊക്കെ ട്രിപ്പിന് പോകുന്നു എന്നുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ബോധ്യപ്പെടുത്തിയാണ് കലയെ കാറിൽ കൊണ്ടുപോകുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കഴുത്തിൽ തുണി ചുറ്റി, കാറിൽ തന്നെ ഇരുന്ന് കഴുത്തിൽ തുണി ചുറ്റിയാണ് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലുള്ളവർ അത്തരത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും കലയെ കാണാതായി എന്ന് പറഞ്ഞതിന് ശേഷം 2 മാസത്തിനുള്ളിൽ തന്നെ ഈ അനിൽകുമാർ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് പറയുന്നു എന്നാണ് ഈ കസ്റ്റഡിയിലുള്ളവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച്. മാത്രമല്ല ഇപ്പോ അനിൽകുമാർ ഉള്ളത് ഇസ്രായേലിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് അയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കല മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി. അതായത് ഇവർക്ക് ഇത്തരത്തിലൊരു അവിഹിതം ഉണ്ടായിരുന്നു. അപ്പൊ ആരും സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു ബന്ധത്തെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇനിയും അതിൽ കൂടുതൽ വ്യക്തത വരാറുണ്ട്. കാരണം ഈ കലയുടെ മരണം കഴിഞ്ഞ ശേഷം ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വേറൊരു വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും അങ്ങനെ ഒരു സാഹചര്യം, അതായത് ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടായത് കൊണ്ട് അവരിറങ്ങിപ്പോയതിന്റെ ബുദ്ധിമുട്ട് നികത്താൻ വേണ്ടി താൻ പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് കലയുടെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തിയതാണോ, ആത്തരത്തിലാണോ എന്നുള്ള സംശയം കൂടി ബാക്കിയുണ്ട്. അത് കലയുടെ
വിഹിതത്തിന്റെ പേരിലാണോ, അതോ ഇയാൾക്കുണ്ടായിരുന്ന അനിൽകുമാറിനുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണോ ഇത്തരത്തിലൊരു കലയെ പെട്ടെന്ന് ആസൂത്രിതമായി ഇങ്ങനെ കൊല ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത. ആ വിഷയത്തിലൊക്കെ ഇനിയും വ്യക്തത വരണം. ഇവരുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഈ പ്രണയം ഇവര് രണ്ട് ജാതിയിൽപ്പെട്ട അത്തരത്തിലൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ രണ്ട് കുടുംബങ്ങളിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കല മറ്റൊരാളുടെ കൂടെ പോയി മറ്റെവിടെയോ സുഖമായി ജീവിക്കുകയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ, അത്തരത്തിൽ ഈ അനിൽകുമാർ പറഞ്ഞു പരത്തിയതിന്റെ പേരിലാകാം ഈ കലയെ കാണാതാകുന്ന സമയത്ത് കലയുടെ കുടുംബം ഇടപെടാതിരുന്നതും അല്ലെങ്കിൽ കേസ് കൊടുക്കാതിരുന്നതും അന്വേഷിക്കാതിരുന്നതും ഒക്കെ അല്ലേ? ശരിക്കും ആര് സൂചിപ്പിച്ചതുപോലെ ഈ അനിലിന്റെയും കലയുടെയും പ്രണയവിവാഹമായിരുന്നു. മാത്രമല്ല അനിലിന്റെ വീട്ടുകാർക്ക് വിവാഹത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കലയെ വിവാഹം കഴിച്ച ശേഷം ഇവരുടെ ഒരു ബന്ധു വീട്ടിലായിരുന്നു കുറെ കാലം കലയെ താമസിച്ചിരുന്നത്. ഇവിടെ നിർത്തിയ ശേഷം പിന്നീട് ഇയാള് അങ്കോള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് കലയ്ക്ക് മറ്റാർകൂടോ ബന്ധമുണ്ട് എന്ന് ചിലർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ ചിലരൊക്കെ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് കലയെ വീട്ടിലേക്ക് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഇവർക്കൊരു മകനുണ്ട്, ആ മകനെ തനിക്ക് വേണമെന്ന് ഭർത്താവ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നാട്ടിലെത്തിയ ശേഷം ഇതുമായി സംസാരിക്കുകയും അതായത് നാട്ടിലെത്തിയ ശേഷം കലയ്ക്ക് നാട്ടിലുള്ളവർ അറിയിച്ച പ്രകാരം, ഇയാൾ അങ്കോളയിലായിരുന്ന സമയത്ത് നാട്ടിലുള്ളവർ അറിയിച്ച പ്രകാരമാണ് കലയ്ക്കൊരു അവിഹിതമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ആണ് ഇവർക്കൊരു അതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഉണ്ടായ തർക്കമുണ്ടാവുകയും ഈ തർക്കത്തെ തുടർന്ന് മകനെ തനിക്ക് വേണം, നീ എങ്ങനെയാന്ന് വെച്ചാൽ ആയിക്കോ എന്നുള്ള മറ്റുള്ള നിലപാട് അനിൽകുമാർ എടുക്കുകയും തുടർന്ന് ഇയാൾ നാട്ടിലെത്തി കലയുമായി രംഗതിയിൽ സംസാരിക്കാനുള്ള നിലയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടനാട് പോലെയുള്ള ഭാഗത്തൊക്കെ ട്രിപ്പ് പോയത്, അല്ലെങ്കിൽ അവിടേക്ക് ഒരു യാത്ര പോകുന്നത് പോലെ പോയതും തുടർന്ന് ഇതില് ഈ പറയുന്ന കൊലപാതകം, അതായത് കാറിനുള്ളിൽ വെച്ച് കഴുത്തിൽ തുണി ചുറ്റി കൊലപാതകം നടത്തുകയും ചെയ്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷെ ഈ പിന്നെ കാണാതാകുന്ന സമയത്ത് ഈ കലയ്ക്ക് ഒരു മകനുണ്ട്. ഈ മകനെ ഈ കലയ്ക്ക് മാത്രമല്ല സ്വന്തം വീട്ടുകാരുമായിട്ട് ഈ സാഹചര്യത്തിൽ കലയ്ക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കാണാതാകുന്നു. കാണാതായതിനുള്ള സാഹചര്യം ഈ പറഞ്ഞതുപോലെ പാലക്കാട് പിന്നെ ഈ പറയുന്ന സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം കല ഒളിച്ചോടിപ്പോയി എന്നാണ് സൂരജ് എന്ന് ഒരു പേര് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ പോലീസ് ക്ഷമിക്കണം അനിൽകുമാർ ഈ കലയുടെ ബന്ധുക്കളെ വിശ്വസിപ്പിച്ചത് എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ പരാതി നൽകിയത്. പക്ഷെ പിന്നീട് പോലീസിന് പരാതി നൽകിയിരുന്നു, തിരോധാന പരാതിയൊക്കെ നൽകിയിരുന്നെങ്കിലും അതിൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല എന്നൊരു പരാതി കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല വേറെ വിവാഹം കഴിക്കുകയും കുടുംബജീവിതമായിട്ട് അനിൽകുമാർ മുന്നോട്ട് പോവുകയും ചെയ്ത് വളരെ പെട്ടെന്ന് ഒരു 2 മാസത്തിനുള്ളിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ ഇസ്രയേലിലാണ് ഉള്ളത്. ഈ അനിൽകുമാർ വർഷങ്ങളായി വിദേശത്ത് തന്നെ ജോലി ചെയ്യുന്ന ആളാണോ? ഇപ്പോൾ എത്ര കാലമായി ഇയാൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്? ഇയാളുടെ ഒരു പശ്ചാത്തലം, ഇയാളെ കുറിച്ചുള്ള നാട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? ഈ അനിൽകുമാറിനെ പറ്റി ചോദിക്കുമ്പോഴും ആളുകളൊക്കെ പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് ഭാര്യയുമായി പ്രണയവിവാഹത്തിൽ എത്തിയ ഒരാൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞത് ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ച ഒരാൾ, ആ ഒരു സാഹചര്യത്തിൽ ഭാര്യ മറ്റൊരാളുടെ ഒപ്പം ഇയാൾ അങ്കോളയിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാര്യ മറ്റൊരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. അത് തർക്കമായതിനെ തുടർന്നാണ് ഇയാൾ ഇങ്ങനെ മറ്റൊരു വിവാഹം, അല്ലെങ്കിൽ അയാളോടൊപ്പം ഇറങ്ങിപ്പോയതിനു ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്ന ഒരു തരം സഹതാപകരമായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സഹതാപാർഹമായ സാഹചര്യത്തിലാണ് അനിൽകുമാർ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് കൊലപാതകത്തിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. കാരണം 2 മാസത്തിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലയുടെ വീട്ടുകാരെ പോലും കൺവിൻസ് ചെയ്യിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. 2 മാസത്തിൽ വളരെ പെട്ടെന്ന് പുനർവിവാഹം നടത്തുന്നു. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലീസിന് ഈ കാര്യത്തിൽ അതായത് അനിൽകുമാറിനെ കൂടുതൽ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ കലയ്ക്ക് ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തിന്റെ പേരിലാണോ അതോ
അനിൽകുമാറിന്റെ മറ്റു ബന്ധങ്ങളുടെ പേരിലാണോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരാനുണ്ട് എന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇത് അനിൽകുമാർ തന്നെ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ മറ്റു 3 പ്രതികളുമുണ്ട്. ഇവരെയൊക്കെ ചേർന്നിട്ട് പറഞ്ഞ് കറക്കിയിട്ടുണ്ടാക്കുന്ന റൂമേഴ്സ് ആകാം. ആ ഒരു സാഹചര്യത്തിലാണ് കല ഈ പറഞ്ഞതുപോലെ ഇതുവരെയും ഈ 15 വർഷവും ഈ നാട്ടിലുള്ള മാന്നാറുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചിരുന്നത് കല ഈ പറഞ്ഞതുപോലെ 15 വർഷം മുമ്പ് ഏതോ ഒരാളുടെ കൂടെ മകനെ ഉപേക്ഷിച്ചിട്ട് അല്ല ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഇവിടെ ചികിത്സിക്കുന്നത് എന്നൊരു ധാരണയിൽ തന്നെയാണ്. അതെ, ആ ധാരണയെല്ലാം പൊളിച്ചുകൊണ്ട് അത്തരത്തിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു ഞെട്ടലുണ്ടാക്കിക്കൊണ്ടാണ് ഈ കൊലപാതകത്തിന്റെ വാർത്ത അതിന്റെ ചുരുൾ ഇന്നലെ അഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു അനിലിന്റെ വീടിന്റെ പരിസരത്ത്. സെപ്റ്റിക് ടാങ്ക് ഒക്കെ തുറന്നുള്ള പരിശോധന, മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ക്ലിപ്പ്, ലോക്കറ്റ്, സ്ത്രീയുടെ വസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഇനി ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട്. അതിന്റെ അത്തരത്തിലുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും ഈ കേസിന്റെ ഒരു തുടർ നീക്കം? ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും പ്രതീക്ഷിക്കണം? ആജ്ഞ. അതെ, ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇനി അടിയന്തരമായി പുറത്തു വരാനുള്ളത്. അതിനുശേഷം മാത്രമേ ഇത് തലയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ. പിന്നെ ആരെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ലോക്കറ്റൊക്കെ ഐഡന്റിഫൈ ചെയ്താൽ, ഈ പറഞ്ഞതുപോലെ 15 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്, ആളുകൾക്ക് ഓർമ്മയുണ്ടാവണം എന്നില്ല. പക്ഷെ അത്ര അടുത്ത ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പക്ഷെ കഴിയുമായിരിക്കാം. കാരണം 15 വർഷത്തിന് ശേഷം കേരളത്തിലെ പല കൊലപാതക കേസുകളും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, കൂടത്തായി കേസ്, അതുപോലെ തന്നെ സോഫിയ വധക്കേസ്, അങ്ങനെ കുറെ കേസുകൾ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷവും അല്ലെങ്കിൽ 16 വർഷത്തിന് ശേഷവും ഒക്കെ 23 വർഷത്തിന് ശേഷമൊക്കെ ഇന്നീ കൊലപാതക കേസ്, അങ്ങനെ ഉള്ള കേസുകളൊക്കെ അങ്ങനെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരുപക്ഷെ ഈ പ്രതികളായിരുന്ന ആളുകളൊക്കെ ജീവിച്ചിരിക്കാത്ത സാഹചര്യത്തിൽ ചില കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനത്തെ അതായത് ഈ നമ്മൾ കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഇത്തരത്തിൽ കാലങ്ങൾ എടുത്ത ശേഷം പുറത്തു വരുന്ന കേസ് എന്ന് പറയുന്നത് തന്നെ കൂടത്തായി കേസ് തന്നെയാണ്. ഒരു കൊലപാതക പരമ്പര, ഒരു സ്ത്രീ ഇത്ര കാലമെടുത്ത് 2002 മുതൽ 16 വരെയുള്ള കാലത്തിൽ കുടുംബത്തിൽ 6 പേരെ ആസൂത്രിതമായി അതിവിദഗ്ധമായി കൊലപ്പെടുത്തുന്ന സൈനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തും. പക്ഷെ എന്നിട്ടും അത്തരം കേസുകൾ തുമ്പുണ്ടാക്കാനും അത്തരം കേസുകളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും തെളിയിക്കാനുള്ള സാഹചര്യങ്ങളും പിന്നീടും അതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഈ കേസ് ഇപ്പോൾ കല എന്ന് പറയുന്ന സ്ത്രീയെ കുഴിച്ചുമൂടിയിട്ട് 15 വർഷം കഴിഞ്ഞു. 15 വർഷത്തിന് ശേഷം ഈ ഒരു കേസ് ഒരു തർക്കത്തിന്റെ പേരിൽ പുറത്തു വരുന്നു. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഈ ഭർത്താവിന്റെ കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യയാണ് ഈ ഊമക്കത്ത് എഴുതിയെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവരെ ഇത്തരത്തിൽ കലയെ കൊന്നു കൊഴിച്ചു മുടിയതുപോലെ ഇവയെ സെപ്റ്റിക് ടാങ്കിലാക്കും, കൊന്നു സെപ്റ്റിക് ടാങ്കിൽ തള്ളും എന്ന് പറഞ്ഞതിന്റെ സാഹചര്യം എന്താണ് എന്ന് അന്വേഷിക്കണം എന്ന് തന്നെയാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന ഈ കത്തിലെ ഉള്ളടക്കം. അങ്ങനെയാണ് ഈ പറയുന്ന 2 മാസം മുൻപ് ലഭിച്ചത്. 2 കത്തുകളാണ് ലഭിച്ചതെന്ന് പറയുന്നു ജില്ലാ പോലീസ് മേധാവിക്ക്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഈ പറയുന്ന 4 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഈ 4 പേരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അനിൽകുമാർ ഉൾപ്പെടെ 4 പ്രതികളാണ് കേസിലുള്ളത്. പക്ഷെ അനിൽകുമാർ മൃതദേഹം മാത്രമേ തങ്ങൾ കണ്ടുള്ളൂ. അതുപോലെ ഈ അനിൽകുമാർ ഒരു മാരുതിക്കാരിലാണ് മൃതദേഹം കൊണ്ടുവന്നത്. മൃതദേഹം മാത്രമേ തങ്ങൾ കണ്ടുള്ളൂ. അത് കുടിച്ചു മൂടാൻ സഹായിച്ചതാണ് തങ്ങൾ ചെയ്തത് എന്നുള്ള തരത്തിലുള്ള മൊഴിയായിരുന്നു ഈ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ മറ്റു 3 പേർ പോലീസിന് നൽകിയത്. അങ്ങനെയാണ് അനിൽകുമാറാണ് എന്തായാലും കലയെ കൊലപ്പെടുത്തി തള്ളിയതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴികളാണ് എന്തായാലും പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കല എന്ന് പറയുന്ന 15 വർഷം മുമ്പ് തിരോധാനം എന്ന് കരുതിയിരുന്ന മിസ്സിംഗ് കേസിൽപ്പെട്ടിരുന്ന ഒരു സ്ത്രീ, അവരെ
കൊലപ്പെടുത്തി ഈ പറഞ്ഞതുപോലെ മറവ് ചെയ്തതാണ് അതെ, എന്ന് അതെന്തായാലും ആ ഒരു കാര്യം കൊലപാതകമാണ് നടന്നത്, കൊലപ്പെടുത്തി മറവ് ചെയ്യുകയായിരുന്നു കലയെ എന്നുള്ളത് ഇന്നലെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. എന്തായാലും കേസിൽ ഇപ്പോൾ 4 പ്രതികളെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ കൊലപാതകം നടത്തിയത് കലയുടെ ഭർത്താവ് അനിൽകുമാർ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം അനിൽകുമാറിന്റെ തന്നെ 3 ബന്ധുക്കളും ഈ കേസിൽ പ്രതിയായി വരുന്നു. ഇവർ ഇത്തരത്തിലൊരു യാത്രയ്ക്ക് പോകാം എന്ന് കലയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി കലയുമായി കാറിൽ കൊച്ചി, കുട്ടനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തതിന് ശേഷം കാറിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം സ്വന്തം വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുവന്ന് മൃതദേഹം തള്ളുകയായിരുന്നു. മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം അനിൽകുമാർ നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു അനുമാനമാണ് പോലീസിനുള്ളത്. എന്തായാലും 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകമാണ്. ഒരിക്കലും ഇതിനി പുറം ലോകം അറിയില്ല, പുറത്തേക്ക് വരില്ല എന്ന് പ്രതികൾ കരുതിയിരുന്ന, അത്തരത്തിൽ ആശ്വസിച്ചിരുന്ന ഒരു സംഭവമാണ്. ഒരു ഊമക്കത്തിന്റെ പേരിൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഇത്തരത്തിൽ നമ്മൾ എല്ലാവരും കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വാർത്തയിലേക്കും ആ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞ് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്നതും. ആജ്ഞ രവീന്ദ്രനാണ് നമ്മളോടൊപ്പം ചേർന്നതും വിശദാംശങ്ങൾ നൽകിയതും. എന്തായാലും അല്പസമയത്തിന് ശേഷം ആജ്ഞ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് തന്നെ വിശദാംശങ്ങളുമായി ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിന് ശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കടന്നു ചെല്ലാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണിപ്പോൾ. AKG സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രിയാണ് സുഹൈലിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചത്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയത്. 1-ാം പ്രതി ജിതിൻ, 3-ാം പ്രതി നിത്യ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, പ്രതിയെ ഇന്നലെ AKG സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഈ കേസിന്റെ തുടർ നടപടികൾ അത് ഏത് തരത്തിലാണ്? AK സെന്റർ ആക്രമണ കേസിലെ പ്രധാന പ്രതിയാണ്, അതിന്റെ മുഖ്യ സൂത്രധാരനാണ് സുഹൈൽ ഷാജഹാൻ. ഇയാൾ കേസ് കഴിഞ്ഞ ആക്രമണം ഉണ്ടായ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്ന് കടക്കുകയായിരുന്നു. പിന്നീട് ദീർഘനാൾ ലണ്ടനിലായിരുന്നു സുഹൈൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് റിപ്പോർട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ഇയാളെ അവിടെ ഡൽഹി പോലീസ് തടഞ്ഞു വയ്ക്കുകയും പിന്നീട് കേരള പോലീസിനെ കൈമാറുകയും ചെയ്ത്. KPC അധ്യക്ഷൻ K സുധാകരന്റെ അടുത്ത അനുയായികൾ, തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത അനുയായികളിൽ ഒരാളാണ് സുഹൈൽ. നേരത്തെ ഈ AK സെന്റർ ആക്രമണ കേസ് ഉണ്ടാകുമ്പോൾ CPM പ്രവർത്തകർ തന്നെയാണ് ആക്രമണ തരത്തിലുള്ള പ്രചരണമൊക്കെ ഉണ്ടായത്. പക്ഷെ പിന്നീട് ഈ പ്രതികളിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു പോലീസ്. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷമാണ് കേസിൽ പ്രതികളിലേക്ക് എത്തുന്നത്. നിരവധി സാഹചര്യത്തിലടക്കം പരിശോധിച്ചു. 2 പ്രതികൾ നേരത്തെ അറസ്റ്റായിരുന്നു. അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ ജിതിനും നിത്യയുമായിരുന്നു. ഇപ്പോൾ 3-ാം പ്രതിയും അറസ്റ്റായിരിക്കുന്നു. ഏതായാലും ഇയാളിന് വിശദമായി ഇതിന്റെ ഗൂഢാലോചനയുടെ മുഖ്യ ആൾ സുഹൈൽ എന്നാണ് പോലീസ് പറയുന്നത്. സുഹൈലിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇന്ന് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനും സാധ്യതയുണ്ട്. ഏതായാലും ഇയാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കാനുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് പോയി, ആരുടെ നിർദ്ദേശപ്രകാരം എന്ന കാര്യത്തൊക്കെ കൃത്യമായ ഉത്തരമാണ് പോലീസ് അന്വേഷണ സംഘം സുഹൈലിൽ നിന്ന് തേടുന്നത്. തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും AKG സെന്റർ ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുകയാണ്. ഇയാളെയും കൊണ്ട്, സുഹൈൽ ഷാജഹാനെയും കൊണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇദ്ദേഹത്തെയും കൊണ്ട് കഴിഞ്ഞ ദിവസം AKG സെന്ററിലെത്തി തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. ഈ കേസിന്റെ തുടർ നടപടികളുടെ വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. ഇനി രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്ന ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുന്നു എന്നുള്ളത്. ഒരു മതപരമായ ചടങ്ങിനിടെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന സ്ഥിരീകരിക്കുന്ന കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 116 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതേസമയം 120-ലധികം പേര് മരിച്ചെന്നാണ് പല മാധ്യമങ്ങളും, അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാർത്ഥനാ യോഗത്തിന്റെ സംഘാടകൻ ബോലെ ബാബയ്ക്ക് ായുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു
ഈ ഒരു പ്രാർത്ഥനാ യോഗത്തിനിടയിൽ ഇത്രത്തോളം ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു എന്നുള്ള ആ ദുരന്ത വാർത്ത. അനുനിമിഷം മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇനിയും സ്ഥിരീകരിക്കാവുന്ന ഒരു കണക്കിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ലെങ്കിലും മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന കാര്യമാണല്ലേ? ആര്യ, ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഉത്തർപ്രദേശിലെ ഹാത്രസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 116 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷേ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് മരണം 125 കടന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. അതാണ് ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 72 പേരെയാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മരിച്ചവരിലേറെയും സ്ത്രീകളാണ്, ഒപ്പം കുട്ടികളും മരിച്ചിട്ടുണ്ട്. അതായത് 116 പേരുടെ മരണം സ്ഥിരീകരിച്ചതിൽ 108 പേർ സ്ത്രീകൾ, 7 കുട്ടികൾ, ഒരു പുരുഷൻ എന്നിങ്ങനെയാണ് മരണസംഖ്യ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അപകട കാരണം സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് 1.5 മണിക്കൂർ നീണ്ട പ്രസംഗമാണ് അവിടെ ഈ മതപരമായ ചടങ്ങിൽ ബോലെ ബാബെ നടത്തിയത്. ഈ 1.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ഈ കടന്നുപോയ വഴിയിൽ നിന്ന് മണ്ണ് ശേഖരിക്കാൻ ആളുകൾ തിരക്കുകൂട്ടി. ഇങ്ങനെ ഈ തിക്കും തിരക്കുമാണ് അപകടത്തിലേക്ക് നയിച്ചെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ദൃക്സാക്ഷി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്, ഈ സംഭവത്തിന് ശേഷം ഈ താൽക്കാലികമായുള്ള ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ നിന്ന് പുറത്തു പോകാൻ ആളുകൾ ശ്രമം നടത്തി. എന്നാൽ പുറത്തേക്ക് പോകാൻ കാര്യമായ വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തിക്കും തിരക്ക് അവിടെ വന്നു. മാത്രമല്ല ഈ പന്തലിന് പുറത്തായി നിരവധി വാഹനങ്ങൾ, പ്രത്യേകിച്ച് ബൈക്കുകളൊക്കെ തന്നെ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയും ആളുകൾക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. അവിടെ അതുകൊണ്ട് തന്നെ വലിയ തിക്കും തിരക്കും ഉണ്ടായി. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. സമീപത്തെ ആശുപത്രികളിലും മറ്റും ചികിത്സയിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇറ്റയിലെ ആശുപത്രിയിലാണ് കൂടുതൽ പേരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് യോഗി ആദിത്യനാഥ് ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഈ ഹാദ്രസിലെ ഈ അപകടം നടന്ന സ്ഥലം ഏതായാലും സന്ദർശിക്കുന്നുണ്ട്. ഒരു പ്രതികരണം ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ഏതായാലും ഈ സംഭവ ശേഷം ബോലെ ബാബെ കുറിച്ച് അന്വേഷിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് മെയിൻപുരിയിലെ രാംകുതിർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ആണ് അദ്ദേഹം പോയിരുന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെ അന്വേഷണം നടത്തി, പോലീസ് എത്തി അവിടെ പരിശോധന നടത്തി. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനിടയിലും ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം മരണസംഖ്യ ഉയരുന്നു എന്ന് തന്നെയാണ്. അതെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. രാകേഷ്, ഇതിപ്പോൾ ഈ ബോലെ ബാബയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അനുയായികളുള്ള ഇദ്ദേഹത്തിന്റെ സദസ്സിൽ പൊതുവായി ആത്മീയ നേതാവാണ്. ഒരുപാട് ആളുകൾ എത്തുന്ന സദസ്സുകൾ നയിക്കുന്ന, സത്സംഗങ്ങൾ നയിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തുകൊണ്ട് ഈ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നില്ല, ഔദ്യോഗികമായി ഭരണകർത്താക്കൾ സ്ഥിരീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ക്രമീകരണം നടത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള പരിപാടി സംഘാടകർ നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അത്തരത്തിൽ സംഘാടനത്തിലെ പാളിച്ച തന്നെയാണ് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്ക് പറയാം. ഈ ബോലെ ബാബയെ കുറിച്ച് കൂടുതൽ വിശദമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം, ഇയാളുടെ ആത്മീയ സത്സംഗങ്ങൾ, അതേക്കുറിച്ചൊക്കെ എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ ചോദിച്ച ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. അതായത് അനുമതി വാങ്ങിയെന്ന് സംബന്ധിച്ച്, അതായത് അനുമതി വാങ്ങിയിരുന്നു എന്ന് ഏതായാലും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 80,000 പേർക്ക് അനുമതി നൽകിയിരുന്നു. പക്ഷേ 80,000 പേരല്ല അവിടെ പങ്കെടുത്തത്. അതിൽ കൂടുതൽ ആളുകൾ വന്നു. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നടക്കം മറ്റു ജില്ലകളിൽ നിന്നടക്കം ആളുകൾ വന്നു. അതാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. സംഘാടകർക്ക് അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. പോലീസൊക്കെ സ്ഥലത്തുണ്ടായിരുന്നു എന്നടക്കമുള്ള വിശദീകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം വസ്തുതയ്ക്ക് നിരക്കുന്നതാണെന്ന് ഇനി അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ബോലെ ബാബയെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, ബോലെ ബാബെ നേരത്തെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. ബോലെ ബാബെ, അദ്ദേഹത്തിന്റെ സൂരജ് പാൽ സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. UP പോലീസിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ 90-കൾക്ക് ശേഷം അദ്ദേഹം VRS എടുക്കുകയും അതിനുശേഷം ഇത്തരത്തിൽ
സ്വയം പ്രഖ്യാപിത ആൾദൈവമായി മാറുകയായിരുന്നു. അതിനുശേഷം നിരവധി വേദികളിൽ ഇത്തരം ആത്മീയ പ്രഭാഷണങ്ങൾ, ആത്മീയ പ്രസംഗങ്ങളൊക്കെ നടത്തി ആളുകളെ അല്ലെങ്കിൽ അനുയായികളെ സ്വന്തമായി സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഏതായാലും ഭോലെ ബാബെ എന്നാണ് ഇപ്പോൾ പോലീസും അധികൃതരുമൊക്കെ നൽകുന്ന വിവരങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും സമാനമായ രീതിയിൽ ഒരു ആൾദൈവമാണ് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഭോലെ ബാബയെ കാണാനില്ല. ഭോലെ ബാബെ മെയിൻപുരിയിലെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ് ആദ്യം ഈ സംഭവത്തിന് ശേഷം പോയിരുന്നത്. അവിടെയൊക്കെ പരിശോധന നടത്തി, എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രവുമല്ല, യു.പിയിൽ മാത്രമല്ല രാജസ്ഥാനിലെ അടക്കം ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. തീർച്ചയായും ഈ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഭോലെ ബാബെ എന്ന ആത്മീയ നേതാവിന്റെ പ്രഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുകയായിരുന്നു. വലിയ ദുരന്തമാണ് സംഭവിച്ചത്. ഇതിനോടകം 116 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും 125-ലധികം മരണം സംഭവിച്ചു എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും 70 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരുമെന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പ്രതിഷേധവുമായി MSF. നോൺ ജോയിനിംഗ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയാത്തതിന് എതിരെയാണ് പ്രതിഷേധം. നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളാണ് നോൺ ജോയിനിംഗ് വിദ്യാർത്ഥികൾ. ഇവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ ഉത്തരവ്. സീറ്റ് ലഭിക്കാത്തതിനാൽ അൺഎയ്ഡഡ് കോഴ്സുകളിലടക്കം ചേർന്നവർക്കും സപ്ലിമെന്ററി അപേക്ഷിക്കാനാവില്ല. സർക്കാർ ശ്രമം കണക്കുകൊണ്ട് തോൽപ്പിക്കാനാണെന്നും സർക്കാർ തിരുത്തിയില്ലെങ്കിൽ വീണ്ടും സമരം ശക്തമാക്കുമെന്നും MSF സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറത്ത് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് അപ്ലിക്കേഷൻ ജയിച്ച മുഴുവൻ കുട്ടികൾ ഇതിന് തയ്യാറാവില്ല എന്നാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും +1 തയ്യാറായി എന്ന് മാത്രമല്ല CBSE വിദ്യാർത്ഥികൾ കൂടി കേരള സിലബസിലേക്ക് +1 വരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ കേരള സിലബസിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായതിനേക്കാൾ കൂടുതൽ സീറ്റ് അവൈലബിലിറ്റി മലബാറിലും മലപ്പുറത്തൊക്കെ ആവശ്യമായി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും +1 എന്നല്ല പോളിക്കും ITക്കും ഒക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ അപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോൾ പോളിക്കും ITക്കും എന്നല്ല, ഞങ്ങൾക്ക് +1 സീറ്റ് തന്നെ വേണം എന്ന കുട്ടികളുടെ ഇൻട്രസ്റ്റ് കണക്കുകൾ നമുക്ക് ബോധ്യപ്പെട്ടു. ആ സമയം തൊട്ടാണ് അദ്ദേഹം കണക്കുകൾ കൊണ്ട് ഒരു ട്രിക്സ് കാണിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ തൃശ്ശൂർ അതിർത്തിയിലുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ പാലക്കാട് അതിർത്തിയിലുള്ള ഒരു കുട്ടി, കോഴിക്കോട് അതിർത്തിയിലുള്ള ഒരു കുട്ടി, തൊട്ടടുത്തുള്ള സ്കൂൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ആ കുട്ടി മലപ്പുറത്ത് കൊടുത്താൽ അത് മലപ്പുറത്തിന്റെ അപ്ലിക്കേഷനിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് 10,000-ഓളം അപ്ലിക്കേഷൻ മന്ത്രി കുറച്ചത്. എന്നാൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, മലപ്പുറത്തെ ഒരു കുട്ടി തൊട്ടപ്പുറത്ത് തൃശ്ശൂരിന് അപ്ലിക്കേഷൻ കൊടുത്താൽ അത് ഇതിൽ കൂട്ടണമെന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു രീതിയല്ലേ? അത് ചെയ്യാതെ മലപ്പുറത്തേക്ക് വന്ന മറ്റു ജില്ലകളിലെ അപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എണ്ണം കുറച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് അത് കയ്യിൽ നിൽക്കുന്നില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്ട് ആഗ്രഹിച്ചിരുന്ന കുട്ടി, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് കിട്ടുന്നില്ല. ആ സബ്ജക്ട് കിട്ടാത്തതിന്റെ പേരിൽ ചേരാതിരുന്നാൽ നിങ്ങൾ ഇനി പഠിക്കാൻ താല്പര്യപ്പെടാത്തവരാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ +1 പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ 7,000-ഓളം കുട്ടികൾ ലിസ്റ്റ് അങ്ങ് പുറത്താക്കുകയാണ്. അപ്പം മന്ത്രിക്ക് സൗകര്യമായി. മന്ത്രി പറഞ്ഞ പോലെ വളരെ കുറച്ച് കണക്ക്, ഒരു 4,000-5,000 സീറ്റ് ഉണ്ടായാൽ മലബാറിലെ പ്രശ്നം തീരുമെന്ന് പറയാം. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? വസ്തുത അങ്ങനെയല്ല. 10,000-ലധികം കുട്ടികൾ അപ്ലിക്കേഷൻ പോലും കൊടുക്കാൻ കഴിയാതെ തെരുവിൽ നിൽക്കുകയാണ്. അവർ പറയാണ് ഞങ്ങൾക്ക് അപ്ലിക്കേഷൻ കിട്ടിയത് മാത്രം പരിഹരിച്ചാൽ മതി എന്ന് 5-ാം തീയതി മറുപടി പറയാം എന്ന നിലക്കാണ് മന്ത്രി ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ട്രിക്സ് കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്, ഈ കുട്ടികൾ തെരുവിലുണ്ട്, അവരെ കൂടി സമൂഹത്തിന് മുമ്പിലേക്ക് ഉയർത്തി കാണിച്ച് നിങ്ങളുടെ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് അനുമോദ്. ഗുഡ് മോർണിംഗ്. ഒഴിയാതെ നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ എങ്ങനെ പരിഹാരം കാണുമെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും കണക്കുകൾ നിരത്തി വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ അലോട്ട്മെന്റ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരത്തിലൊരു പ്രതിസന്ധി, സീറ്റ് ക്ഷാമമോ ആർക്കും വിദ്യാഭ്യാസം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമോ മലപ്പുറത്തില്ല എന്നുള്ളത് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഈ അലോട്ട്മെന്റുകളിൽ ആപ്ലിക്കേഷൻ അയക്കാൻ പോലും കുട്ടികൾക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്? വലിയ പ്രതിഷേധത്തിലേക്ക് MSF തുടരും, അവരുടെ പ്രതിഷേധം തുടരും എന്ന് മനസ്സിലാക്കണം, അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, MSFന്റെ പ്രതിഷേധം 5-ാം തീയതിക്ക് ശേഷം ശക്തമായിട്ട് തന്നെ തുടരും എന്നുള്ളതിൻ്റെ സൂചനയാണ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ നടത്തിയ ഈ ഒരു വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ. അദ്ദേഹം പറയുന്നതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കൂടുതൽ കുട്ടികൾക്ക് ഈ അവസരം ലഭിക്കണമെങ്കിൽ
സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അവർക്ക് അപേക്ഷിക്കാനുള്ള സാഹചര്യം വേണം. നിലവിൽ +1 അവർ ആഗ്രഹിച്ച സീറ്റ് കിട്ടാത്തതിനാൽ പ്രവേശനം നേടാത്ത കുട്ടികൾക്ക് ഈ സപ്ലിമെൻ്ററി വഴി അപേക്ഷ നൽകാനുള്ള സാഹചര്യമില്ല. അതൊരു കാരണം. രണ്ടാമതായിട്ട് നിലവിൽ ആഗ്രഹിച്ച സീറ്റ് കിട്ടാത്തതിനാൽ എയ്ഡഡ് സ്കൂളുകളിൽ പണം കൊടുത്ത് സീറ്റ് നേടിയവർക്കും സർക്കാരിൻ്റെ പട്ടികയിൽ ഇനി അപേക്ഷിക്കാൻ അനുവാദമില്ല, അതിന് സാധിക്കില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഉയർത്തിക്കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്തിൻ്റെ ഒരു സീറ്റ് ക്ഷാമം അത് കണക്കുകളിൽ ഒപ്പിക്കുവാൻ മന്ത്രിക്ക് സാധിച്ചേക്കും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നാണ് MSF അവർ പറയുന്നത്. അതായത് കുട്ടികൾ അവസരം കിട്ടാത്തതിനെ തുടർന്ന് സാങ്കേതികത്വം കാരണം ഇനി അവസരം കിട്ടാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ജില്ലക്കാരായ സ്ഥിരതാമസക്കാരായ കുട്ടികളുടെ എണ്ണവും മറ്റ് ജില്ലകളിൽ സ്ഥിരതാമസക്കാരായിട്ട് ഇവിടെ അപേക്ഷിച്ച കുട്ടികളുടെ എണ്ണവും ഒക്കെ കൂട്ടിയും കുറച്ചുമൊക്കെയാണ് മന്ത്രി കണക്കൊപ്പിക്കുന്നത് എന്ന വലിയൊരു ആക്ഷേപവും MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും 5-ാം തീയതി സപ്ലിമെന്ററി അപേക്ഷയ്ക്കുള്ള അവസാന സമയം. അതിനുള്ളിൽ ഈ ഒരു കുട്ടികൾക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ സപ്ലിമെന്ററി ഈ സാഹചര്യത്തിൽ അപേക്ഷ നൽകുവാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ അനുമോദിലേക്ക് ഞാൻ മടങ്ങി വരാം. ചെറിയൊരു ഓഡിയോ പ്രശ്നം, റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, അനുമോദിനെ അവിടെ നിന്നും രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാലും +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പ്രതിഷേധവുമായി MSF രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ പ്രതിഷേധ രംഗത്തുള്ളവരാണ്. ഇനിയും കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയാത്തതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ MSF തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളാണ് ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഇവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ ഉത്തരവ് പ്രകാരം പറയുന്നത്. സീറ്റ് ലഭിക്കാത്തതിനാൽ അൺഎയ്ഡഡ് കോഴ്സിൽ അടക്കം ചേർന്നവരുണ്ട്. ഇവർക്കും ഈ സപ്ലിമെന്ററി അപേക്ഷിക്കാനാകുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾക്ക് മുന്നിലുള്ള വലിയ പ്രതിസന്ധി. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷത്തിന് പിന്നാലെ സ്റ്റേഷൻ ഉപരോധിച്ച MLA മാർ M വിൻസെന്റും ചാണ്ടി ഉമ്മനുമാണ് KSU നേതാക്കൾക്കൊപ്പം സ്റ്റേഷൻ ഉപരോധിച്ചത്. KSU ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെ കാര്യവട്ടത്തെ SFI പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, വിശദാംശങ്ങൾ. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ പരാതിക്കിരയാക്കിയ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായത്. കാര്യവട്ടം ക്യാമ്പസിൽ KSU ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി ക്യാമ്പസിനുള്ളിലെ ഇടിമുറിയിൽ വെച്ച് മർദ്ദിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ഈ ഉപരോധത്തിൽ പങ്കെടുത്ത് അതിന് പിന്നാലെയാണ് M വിൻസെന്റ് MLA-യും ചാണ്ടി ഉമ്മൻ MLA-യും ഈ പ്രതിഷേധിക്കുന്നവർക്ക് പിന്തുണയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമായി. ഏറെ നേരത്തെ വാക്ക് തർക്കത്തിന് ഒടുവിലാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. പോലീസ് കേസെടുക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ മോർണിംഗ് വൈബ്സിൽ ഇനിയൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ നോക്കാം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോട്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീറ്റ് പരീക്ഷകൾ കേന്ദ്രം നടത്തുന്നടക്കമുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതും സഭാരേഖകൾ നീക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏതായാലും സഭാ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ എന്ത് വേണമെങ്കിൽ, താൻ പറഞ്ഞതിലെ ഏത് വാക്കുകൾ വേണമെങ്കിൽ നീക്കട്ടെ, പക്ഷേ പറഞ്ഞ കാര്യം സത്യമാണ്, അതിൽ ഉറച്ചു നിൽക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി സ്പീക്കർക്ക് രേഖാമൂലം ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് തൻ്റെ പരാമർശങ്ങൾ നീക്കം ചെയ്തത് ഞെട്ടൽ ഉളവാക്കി എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരം നീക്കങ്ങൾ, അതായത് ലോക്സഭാ
സെക്രട്ടേറിയറ്റിന്റെയും ലോക്സഭാ സ്പീക്കറുടെയും നടപടി പാർലമെന്ററി ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കൂടി രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ടാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം വരുന്നത്. ഇന്ന് രാവിലെ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ചില നിർദ്ദേശങ്ങൾ MP-മാർക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയെ പോലെ സഭയിൽ പെരുമാറരുത് എന്നുള്ളതാണല്ലോ. അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു. ഇതോടെ അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് അനീഷ് ഇന്ന് നമ്മൾക്കൊപ്പം ചേരുന്നത്. അനീഷ്, നമ്മുടെ മലയാളികളുടെ ഒക്കെ ആ ഒരു സഹജീവി സ്നേഹവും ആ ഒരു ഒത്തൊരുമയും ഒക്കെ തെളിയിച്ച ഒരു വിഷയമായിരുന്നു അബ്ദുൾ റഹീമിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചത്. റഹീമിന്റെ മോചനത്തിനായി അത്രത്തോളം നമ്മൾ ഒന്നിച്ച് പരിശ്രമിച്ചു. എന്തായാലും ആ മോചനം സാധ്യമാവുകയാണ് എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം. എത്രയും പെട്ടെന്ന് റഹീം ഉമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ് അല്ലേ? തീർച്ചയായും ഏറ്റവും ശുഭകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു സുപ്രഭാതം തന്നെയാണിത്. കാരണം നമ്മൾ മലയാളികൾ ഏറെ നാളായി വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു ദിനമാണ്. കാരണം ഇന്നലെ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. അബ്ദുൾ റഹീം കുറ്റവിമുക്തനായിരിക്കുന്നു. അതായത് പൂർണ്ണമായും വധശിക്ഷയോ മറ്റ് ശിക്ഷകളോ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമുക്കൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഏറെ നാളായി നമ്മൾ പണമൊക്കെ സമാഹരിച്ച് കാത്തിരുന്നെങ്കിൽ പോലും ഈ ഔദ്യോഗികമായ കുറ്റത്തിൽ നിന്നും ഒഴിവായത് ഇന്നലെയാണ് അല്ലേ? അതിൻ്റെ ഒരു സന്തോഷം കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ ഇല്ലേ? എങ്ങനെ കാണുന്നു? എല്ലാവരോടും ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷയിലപ്പുറം എല്ലാവരും ഏറ്റെടുത്തു. ഉദ്ദേശിച്ച ക്യാഷ് എല്ലാം എൻ്റെ എന്താ പറയുക 34 കോടി ചോദിച്ചു അതിൻ്റെ അപ്പുറം തന്നു. അതിൽ സന്തോഷം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്നലെ കോടതി ഉണ്ടായിരുന്നു. കോടതിയിൽ അവൻ്റെ വധശിക്ഷയിൽ റദ്ദ് ചെയ്തു എന്നുള്ള അറിയിപ്പാണ് ഇന്നലെ കിട്ടിയത്. ഇനി ഒരു മേജർ ഇഷ്യൂ അത് അവസാനിച്ചു. ഇനി ഒരു 2-3 ആഴ്ചയോടുകൂടി അവനക്ക് റിലീസാവും നാട്ടിലെത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ഉമ്മയോട് ഒരു 2 വരി വാക്കോട് ചോദിച്ചിട്ട് വരാം. ഉമ്മ അല്പസമയത്തിന് നമ്മുടെ പോരും. ഇനി എങ്ങനെയാണ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ നമുക്കിപ്പോൾ തന്നെ 3 മാസത്തിനധികം സമയമെടുത്തു പണം സമാഹരിച്ച് അവിടേക്ക് കാര്യങ്ങൾ ലീഗൽ സെല്ലൊക്കെ ബന്ധപ്പെട്ടിട്ടു. ഇനി എന്താണ് അവിടുത്തെ നടപടി? ഇനിയിപ്പം റിലീസ് ഓർഡർ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഒരു അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു 3 ആഴ്ച ആണ് അടുത്ത കോടതി ഉണ്ടാവുക. അതോടുകൂടി അവസാനിക്കും. അവനക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് കയറി വരാം എന്നുള്ളതാണ്. എന്താ പറയുക, ഒരു വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ തലവെട്ട് കേസാണ്. അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിനപ്പുറം ഇല്ല. നമ്മൾ ഇവിടുന്ന് പിരിച്ച ക്യാഷ് ഇന്നലെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. അതുകൂടി എല്ലാ എന്താ പറയുക നൂലാമാലകളും അവസാനിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എനിക്ക് എന്തായാലും ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. 2-3 കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചിട്ട് കുടുംബം എത്തിയിരുന്നില്ല അല്ലേ? അതെ അതെ. അവര് ഇപ്പം കഴിഞ്ഞ സൺഡേ ഞായറാഴ്ച കോടതി വിളിച്ചിരുന്നു. അവനെ ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോയപ്പം ഫാമിലി എത്തിയില്ല. അന്ന് തിരിച്ച് ഇതിനെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആശങ്കയായിരുന്നു. പുറത്ത് അറിയിച്ചിട്ടില്ല. ഞായർ തിങ്കൾ ചൊവ്വ ഇന്നലെയാണ് പെട്ടെന്ന് രാവിലെ കൊണ്ടുപോകലും അവർ ഫാമിലി എത്തലും എല്ലാം കൈമാറ്റം നടക്കലും എല്ലാം പെട്ടെന്ന്. കുടുംബത്തിനൊരു വലിയ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലേ? പുറത്ത് വലുതായിട്ട് അറിഞ്ഞില്ലെങ്കിലും ഈ എല്ലാം വിജയിച്ചു വരുമ്പോൾ കുടുംബം പെട്ടെന്ന് മാറുന്നത് എന്താണ്? അതെ, അതൊരു ആശങ്ക തന്നെയായിരുന്നു. അവര് പിന്മാറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇത്രയും പൈസ പിരിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം കോടതിയിൽ അവർ വരൽ നിർബന്ധമായിരുന്നു. അവർ വന്നു. ഇന്നലെ എല്ലാ കരാറിലും ഒപ്പുവെച്ചു. ഇനി നമുക്ക് ഒരു ആശങ്ക ഇല്ല. ഇനി ഒന്നും അവർക്ക് ഇനി കുടുംബത്തിന് മാറ്റി പറയാനൊന്നും കഴിയില്ല. അതെ, കോടതിയിൽ ഓക്കെ വന്നല്ലോ. ഇനി നമ്മൾ അവനെ വെയിറ്റ് ചെയ്യാണ്. അവർ സന്തോഷത്തിലാണ്. എന്നാലും പണമൊക്കെ എത്തിയെങ്കിലും ഈ ഇത്രയും സന്തോഷത്തോടുകൂടി ഉറങ്ങിയൊരു ദിവസം ഇല്ലായിരിക്കും അല്ലേ? കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൂർണ്ണമായി ഒരു കുറ്റവിമുക്തനാക്കപ്പെടുക എന്നതല്ലേ കുടുംബം നിങ്ങൾ എല്ലാവരും? എന്തിരുന്നാലും അവനിവിടെ വീട്ടിലേക്ക് വരണം. എന്നാലേ നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇന്നലെയൊക്കെ ഉമ്മ ഈ വിവരം അറിഞ്ഞിട്ട് കരച്ചിലായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് 3 മാസം 2 മാസം 3 മാസം പറഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. എന്തുകൊണ്ട് അവൻ വരുന്നില്ല എന്നുള്ള ഒരു ആശങ്കയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ആശങ്കകളൊന്നും ഉമ്മാൻ അറിയിക്കൂല. അപ്പോൾ ഇന്നലെ ഇത് പറഞ്ഞപ്പോഴും നിങ്ങൾ പറയുന്നത് വെറുതെ ആണ് എന്നുള്ളതാണ് ഉമ്മ പറയുന്നത്. ഇത്രയും ചാനലുകാർ വന്നു ലൈവിൽ ഇടുമ്പോഴും ഉമ്മ ഒരു എന്താ പറയുക ആദി ഇല്ലായിരുന്നു. എങ്ങനെ വരും ഇല്ലേ എന്നുള്ള സംശയത്തിലായിരുന്നു. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഉമ്മ ഒരു ആ മാറ്റം വന്നത്. ഈ പണം സമാഹരിച്ചതും ഒരു സമാനതകളില്ലാത്തതാണല്ലേ? ഈ എങ്ങനെയൊക്കെ വന്നു എന്ന് നമ്മളൊക്കെ അന്ന് കണ്ടതാണ്. ഈ
ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇതെപ്പം വരും, ഈ പണം അവിടെ എത്തിയോ, കൊടുത്തോ, വന്നോ, ഇല്ലേ? നമ്മളൊരു പ്രതീക്ഷ ഇല്ലാതാണല്ലോ ഈ 34 കോടിക്ക് ഇറങ്ങിയത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു മാസം തികയുമ്പോൾ നമ്മൾ കയ്യിലാകെ 4 കോടി താഴെയായിരുന്നു. പിന്നെ 5 ദിവസം കൊണ്ട് ഈ കേസ് അവസാനം നമുക്ക് തന്ന ഡേറ്റ് 16-ാം തീയതി ആയിരുന്നു, ഏപ്രിൽ 16. ഏപ്രിൽ 8-ാം തീയതി വരെ 10-ാം തീയതി വരെ നമ്മളെ കയ്യിൽ വന്നത് ആകെ 4 കോടി താഴെ. 30 കോടി വേണം. നമ്മളൊരു പ്രതീക്ഷയില്ല എന്ത് സംഭവിക്കും എന്നുള്ളതിൽ നിൽക്കുമ്പോഴാണ് ബോച്ചെ ടീമും അങ്ങനെ എല്ലാവരും പേരെടുത്ത് പറയുമ്പോൾ ഒരാളെ വിട്ടുപോകുന്നവർക്ക് എല്ലാവരും ഇറങ്ങി ഒരു 5 ദിവസം കൊണ്ട് നമ്മൾ 30 കോടിന്റെ അപ്പുറം, ഇപ്പോൾ ഏകദേശം 34 കോടിയല്ല 40 കോടിന്റെ മേലെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കണക്കും കാര്യമൊക്കെ പിന്നീട് അറിയിക്കും. റഹീം വരട്ടെ, അനിയൻ വന്നതിന് ശേഷം കാര്യങ്ങൾ എല്ലാവരും ചാനലിലെല്ലാവരും അറിയിച്ചിട്ട് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് അതിന് അർഹതപ്പെട്ടവർക്ക് ആ ക്യാഷ് കൈമാറാനാണ് കുടുംബവും കമ്മിറ്റിയും നാട്ടുകാരൊക്കെ തീരുമാനിച്ചത്. ഇതിപ്പോൾ ഒരു കേരള സ്റ്റോറി എന്ന രീതിയിലാണ് ഈ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ, അതായത് ഇതാണ് കേരളം എന്ന് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു കഥയായി പറയാൻ ഇനി കുറേ നാളത്തേക്ക് പറയാനുള്ള ഒരു കഥയുമായി മാറിയിട്ടുണ്ടല്ലോ, ഒരു ചരിത്രമായി. അതെ, ലോക ചരിത്രം തന്നെ പറയാമല്ലോ. 34 കോടിയാണ് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുമോ? ചെറിയ പൈസ ഒന്നുമില്ലല്ലോ. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടിക്ക് 40 ലക്ഷം പിരിക്കാൻ വേണ്ടി ഒരു ആഴ്ച മെനക്കെട്ടിട്ടുണ്ട്, 40 ലക്ഷം പിരിക്കാൻ വേണ്ടി. ആ സമയത്താണ് ഒരു മാസം കഴിഞ്ഞാണ് എന്റെ അനിയന്റെ ഈ 34 കോടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇറങ്ങി ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ എന്താണ് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ കളിക്കുക, അല്ലാതെ തോൽക്കുന്നില്ലല്ലോ. അങ്ങനെ ഇറങ്ങിയ ശേഷം എന്താറില്ല, ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറം ക്യാഷ് വന്നു. അതായത് കേരള സ്റ്റോറി എന്നതിനപ്പുറം എന്താണ് പറയാ, ഇനി വാക്കുകളില്ല. ജനങ്ങളെ നമ്മളെല്ലാവരെയും സഹായിച്ചു. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ചാനലേഴ്സ്, യൂട്യൂബേഴ്സ്, വ്ളോഗർമാർ എല്ലാവരും നമ്മൾ വിളിക്കാതെ വന്ന എല്ലാവരും ലൈവ് കൊടുത്തുകൊണ്ട് ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടിയത്. ഈ അവസാന ദിവസങ്ങളിലൊരു പിരിവിൻ്റെ ഒരു തോത് വർദ്ധിക്കാൻ അത് കാരണം, അല്ലെങ്കിൽ ഈ നോമ്പ് കാലമൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആളുകൾ കിട്ടുന്ന എന്ത് പൈസ ഉണ്ടെങ്കിലും നേരെ ഈ അക്കൗണ്ടിലേക്ക് ഇടുക എന്നൊപ്പം ഈ അക്കൗണ്ടിലെ ആളുകൾ ഇങ്ങനെ നോക്കും ഓരോ മിനിറ്റും എത്ര രൂപ എത്തിയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും കുറവുണ്ടോ, വരാതിരിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടെങ്കിൽ കുറച്ച് പൈസ പെട്ടെന്ന് ഇടുക. ഇല്ല, അങ്ങനെ ആയിരുന്നില്ല. അത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ആ ആപ്പ് നിന്നിട്ടില്ല, ഫുൾ ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്കൊന്നും ഉറക്കില്ലായിരുന്നു. നമ്മൾ പാതിരാക്കൊക്കെ ഫുൾ ടൈം ഇവിടെ ഫോൺ കോളും എല്ലാതെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ആപ്പ് നോക്കുമ്പോൾ ചലിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മൾ ഈ ക്ലോസ് ചെയ്യുന്ന സമയം ഏപ്രിൽ 12 നമ്മൾ ഈ ക്ലോസ് ചെയ്യുന്ന സമയം. ആ സമയത്ത് ഇവിടെ ഫുൾ ജനം ക്യാഷ് ആയിട്ട് വന്നിരിക്കുക. അന്നൊരു വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ കേരളത്തിൽ ഒന്നായിട്ട് പള്ളികളിൽ ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് ആയിട്ട് വന്നിട്ട് ക്യാഷ് തിരിച്ചയക്കുക നമ്മൾ. എന്നുവെച്ചാൽ അത്രയും നമ്മളെ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നപ്പം നമ്മൾ ഓവർ വരാൻ പാടില്ല. എനിക്ക് എത്രയോ ലക്ഷങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട് നമ്മൾ. ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അതൊരു ഭയങ്കര അനുഭവമായിരുന്നല്ലേ, ഈ പൈസ കുട്ടികൾ കുടുക്കെ പൊട്ടിച്ച പൈസയായി വരിക, നേരിട്ട് പൈസയായിട്ട് ഇവിടെ വന്ന ദിവസമായിരുന്നു. അതെ, അന്ന് ജനങ്ങൾ മൊത്തം പൈസന്റെ കെട്ടായിട്ട് അവിടെ വന്നിനി. ഇവിടെ ഓവറായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫണ്ട് തിരിച്ചയക്കേനി കുറെ. അതല്ല, ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ മതി, ഇതൊരു കേരള സ്റ്റോറി തന്നെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ജാതി മതഭേദ തന്നെ എല്ലാവരും തോളോട് തോളന്ന് ഫണ്ട് സ്വരൂപിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല 2-3 കോടി ആയി നിൽക്കുന്ന ടൈമിലാണ് ഈ ബോച്ച ഇറങ്ങുന്നത്. അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങുന്നത്. 34 കോടിൻ്റെ അപ്പുറത്തേക്ക് ഈ ഫണ്ടായി മാറിയത്. എന്തായാലും നമുക്ക് ഉമ്മയോട് തന്നെ ചോദിക്കാം കാര്യങ്ങൾ. ഉമ്മ ഉണ്ട്. ഉമ്മ പണമൊക്കെ നൽകി കുറെ നാളായെങ്കിലും ഉമ്മയ്ക്കൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ, ഇത് എന്ന് വരും, എപ്പോൾ കാര്യങ്ങൾ തീരുമാനമാവും. ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയില്ലേ അവിടുന്ന്? അബ്ദുൾ റഹീമിന്റെ ഉമ്മയാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത്. നമ്മൾ അബ്ദുൾ റഹീമിന്റെ വീട്ടിലാണ് ഉള്ളത്. ഉമ്മയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഇങ്ങനെ കാതോട് നിൽക്കുകയാണ്. പിരിച്ചിട്ട് ഇപ്പൊ ഉമ്മയ്ക്ക് സന്തോഷമായോ? ശിക്ഷയിൽ നിന്ന് ഒഴിവായി? അൽഹംദുലില്ലാ, സന്തോഷം തന്നെ. സന്തോഷം, നല്ല സന്തോഷം. പണ്ട് കുട്ടിയുടെ എത്തിക്കിട്ടട്ടെ, കണ്ടാലല്ലോ സന്തോഷം പറയാൻ കഴിയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളിവിടെ എത്തി കിട്ടിയാലോ ഉമ്മയ്ക്ക് അല്ലേ? നിങ്ങളെ കാണണമായി എന്റെ കുട്ടീന്റെ മുഖം കാണട്ടെ, കാറ്റി തെറ്റ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാരോട് പറഞ്ഞാൽ സഹായിച്ചതിന് അള്ളാഹിനോട് നന്ദി പറയാം. സഹായിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ ഒരു കഴിയുമല്ലോ. അല്ല, അള്ളാഹു കൊടുക്കട്ടെ. എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും, നാട്ടുകാർക്കൊക്കെ അള്ളാഹു അതിൻ്റെ പ്രതിഫലം തരും.
ഒരുപാട് എല്ലാവരും സഹായിച്ചു കാര്യമായിട്ട്. വേറെ സഹായം കൊണ്ടല്ലേ എൻ്റെ കുട്ടി ഇപ്പം വരുമെന്ന് പറഞ്ഞത്. എൻ്റെ കുട്ടിയെ തല പോകൂലേ പോണോടുന്ന് അല്ലാവും കഴിച്ചിലാക്കി തന്നത്. നാട്ടുകാരും വീട്ടുകാരും പുറനാട്ടുകാരും ഒക്കെ കൂടിയിട്ട് എനിക്കൊക്കെ അല്ലാവും അതിൻ്റെ വയറും. അൽഹംദുലില്ലാ അല്ലാതെ സ്തുതിക്കുക. ഞാൻ ആയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. സംസാരിച്ചിരുന്നോ? ഫോണിലോ എല്ലാം കഴിഞ്ഞ ദിവസം എല്ലാം സംസാരിച്ചോ? സംസാരിക്കാൻ കഴിയും. അതേമാതിരിക്ക് വേറെ വിളിച്ചു. അന്നേരം വിളിച്ചു ഞാൻ വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഞാൻ ജയിലിൻ്റെ കഴിച്ചിലായി ഞങ്ങൾ ദ്വാരക്ക് ഇത്തിരി പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനും അതിന്. ഇന്നലെ എന്തായാലും ഈ ശിക്ഷ ഒഴിവായതിന്റെ അതല്ലേ കുറച്ചുകൂടെ വലിയ ആശ്വാസമായില്ലേ? അൽഹംദുലില്ലാ അല്ലാതെ സ്തുതിക്കുക. കുട്ടി അവിടെ ഉണ്ടായിട്ടല്ലേ. മറ്റേ കുട്ടി മരിച്ചു പോയില്ലേ, പിന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ലല്ലോ. എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. ജീവൻ പോയത് പോയില്ലേ. എൻ്റെ കുട്ടിയുടെ ജീവനോട് അല്ലാഹു എത്തിച്ചേരട്ടെ. എന്നാലും കുറെ വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഇപ്പോൾ ശിക്ഷ ഇല്ലാത്ത ഒരു രാത്രി ഇന്നലെ പോയി അല്ലേ? അൽഹംദുലില്ലാ വലിയ കിട്ടലായി. മറ്റിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടക്കല്ലേ കുട്ടി. ശിക്ഷ അല്ലാഹു കഴിച്ചിലാക്കി തന്നു. എൻ്റെ അടുത്ത് ഗത്യം കിട്ടട്ടെ, അതിനുള്ള ശ്രമം ചെയ്യാം. ഇന്നലെ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ? സംസാരിച്ചു ഉമ്മയോട് സംസാരിച്ചിരുന്നു ഇന്നലെ ഫോണില്? ജയിലിന് കഴിച്ചിലായി കോടതിയിൽ നിന്ന് പോന്നു. ഇപ്പൊ എന്തായാലും 2-3 ആഴ്ച കൊണ്ട് എത്താൻ പറ്റുമെന്ന് കരുതാം. 2-3 ആഴ്ച അങ്ങോട്ട് പോയാൽ എൻ്റെ മുന്നിലാഴ്ചല്ല കുട്ടീനെ എത്തിച്ചേരും. ഇന്ന് കാണാനുള്ള വിചാരിച്ച എന്തായാലും ഉമ്മക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം നാട്ടിലെത്തിയാൽ മാത്രമാണ് പൂർണ്ണമായും കുട്ടിയെ കണ്ടാൽ മാത്രമാണ് ഉമ്മയ്ക്കൊരു ഇതിലേക്ക് അല്ലെ? അങ്ങനെയാണ് ഉമ്മയുടെ ഒരു ഉമ്മ ഒരു എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. അതെ, ഇന്നലെ അവനെ വിളിച്ചപ്പോഴും എന്നെ വിളിച്ചപ്പോഴൊക്കെ ഉമ്മക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു പുതിയൊരു ആശങ്കയോടുകൂടി നിന്ന ഈ 3 മാസം കഴിഞ്ഞ് പെട്ടെന്ന് അവൻ ഇന്നലെ ഒരു കോടതി വിധിയിൽ വന്നപ്പോൾ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് കഴിഞ്ഞില്ല. പിന്നെ എല്ലാവരും വന്നപ്പോൾ ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും നല്ലൊരു പ്രതീക്ഷയോടുകൂടി എല്ലാ തടസ്സങ്ങളും നീങ്ങി എന്നുള്ള ഇതിലാണ് നമ്മൾ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി എത്രയും പെട്ടെന്ന് അവൻ നാട്ടിലെത്താൻ. ഉമ്മാനിപ്പോ എന്തായാലും വരും. 3 ആഴ്ച അല്ലേ, 3-4 ആഴ്ചക്കൊക്കെ ഉള്ളിൽ വരും. ഈ പണം കൊടുത്ത ശേഷം ഉമ്മ വിചാരിച്ച് വരുന്നില്ല എന്താന്നുള്ളൊരു നേരം പോയി പൊന്നുവിന്റെ കുട്ടിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടായിനോ എന്ന് ആലോചിച്ചിട്ടുള്ള വിഷമം തന്നെ. അങ്ങനെ പിടിച്ച് നിർത്തി താനത്തെത്തി. ഇനി വന്ന് കണ്ടാൽ സമാധാനമൊക്കെ കിട്ടും. സമാധാനിക്ക് പറഞ്ഞ കാര്യം. ഇത്ര നാളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചെങ്കിലും വീണ്ടും പ്രശ്നങ്ങളായിരുന്നു അല്ലെ? അതുകൊണ്ടാണ് ഇപ്പോഴും ഉമ്മയ്ക്ക് ആ ഒരു സങ്കടം മാറാത്തത്. ആ ഉറപ്പ് തരട്ടെ, കാട്ടി തരട്ടെ. ഇവിടെ വന്നിരിക്കണം അല്ലേ? ഉമ്മ അതാണ്, ഉമ്മയുടെ അടുത്ത് വന്നിരുന്നാൽ മാത്രമേ ഉമ്മയുടെ സങ്കടം പൂർണ്ണമായും മാറൂ എന്നാണ് ഇപ്പോഴും പറയുന്നത്. കാരണം നമുക്കറിയാം പണം സമാഹരിച്ചു, ഈ പണം കൊണ്ടുപോയി അത് അവിടെ അടച്ചു, പിന്നീട് കുടുംബം വരാതിരിക്കുന്നു, അതിനുശേഷം ഇന്നലെ വരുന്നു. എന്തായാലും ഇനി യാതൊരു കാര്യങ്ങളും ഇതിൽ മാറ്റമുണ്ടാവില്ല എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് കോടതിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റഹീം പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. കാരണം കോടതിയിൽ നിന്നും കുറ്റവിമുക്തനാക്കിയുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ആ ഉത്തരവിൻ്റെ പകർപ്പിനെയും കമ്മീഷണറേറ്റിൽ നൽകണം. അവിടെ നിന്നും പിന്നീട് ജയിലിലേക്ക് പോകണം. ജയിലിൽ നിന്നും അതിനനുസരിച്ചുള്ള ഉത്തരവ് ഇറങ്ങണം. ഏതാണ്ട് ചുരുങ്ങിയത് 3 ആഴ്ചയെങ്കിലും ആ സമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണുള്ളത്. അതിനുശേഷം അബ്ദുൾ റഹീമിന് സ്വതന്ത്രനായി നിർഭയനായി നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ചരിത്രമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്. തീർച്ചയായും എം എസ് അനീഷ് കുമാറാണ് അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ആ ഉമ്മയുടെ ആ ഒരു വികാരം, അത് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നാലും ഉമ്മ പറയുന്നത്, ഉമ്മമാർ അങ്ങനെയാണല്ലോ, സ്വന്തം മക്കളെ കൺമുന്നിൽ കാണാതെ അവർക്കൊരു സമാധാനം ആവില്ല. വധശിക്ഷ എന്തായാലും ഔദ്യോഗികമായി റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്നത് നമ്മൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ചതാണ്, പ്രയത്നിച്ചതാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി. എന്തായാലും ആ ഉമ്മ കാത്തിരിക്കുകയാണ്. അബ്ദുൾ റഹീം എത്രയും പെട്ടെന്ന് ഉമ്മയുടെ അടുത്തേക്ക് എത്തിച്ചേരും. ആ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ തുടക്കത്തിൽ എടുത്തതാണ് മാന്നാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മാന്നാർ കൊലപാതകത്തിൽ സാക്ഷിമൊഴി പുറത്ത് വന്നിരിക്കുകയാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായാണ് മുഖ്യ സാക്ഷി സുരേഷിന്റെ മൊഴി. അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പഴ പാലത്തിൽ എത്തിയപ്പോഴാണ് പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടത്. അബദ്ധം പറ്റിയതായും മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥന നടത്തിയപ്പോൾ പറ്റില്ലെന്നറിയിച്ച് മടങ്ങിയതായും സുരേഷ് മൊഴി നൽകി. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുടെ മൊഴിയാണ് പുറത്തു വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അയാൾ പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക സാക്ഷിമൊഴി, അതായത് ഈ കേസിൽ ഇന്നലെ നമുക്കറിയാം 15 വർഷം മുമ്പ്
നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിന്റെ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും പോലീസിന് പല കാര്യങ്ങളും കണ്ടെത്തേണ്ടതായുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളടക്കം ഇന്നലെ ശേഖരിച്ച്, അതായത് അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച സെപ്റ്റിക് ടാങ്കിലെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പലതും ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷെ ഈ കൊലപാതക കുറ്റം എന്നൊരു വകുപ്പ് ചുമത്തക്ക രീതിയിൽ ഒരു നിർണായകമായ മൊഴി പോലീസിന് ലഭിച്ചത് ഈ കേസിൽ ഇന്നലെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സുരേഷിൽ നിന്നാണ്. ഈ സുരേഷ് അനിൽകുമാറിന്റെ ഒരു ബന്ധുവും കൂടിയാണ്. ഈ സുരേഷാണ് ഇപ്പോൾ പോലീസിന് നിർണായകമായ ഒരു മൊഴി നൽകിയിട്ടുള്ളത്. അതായത് വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് നടന്നു എന്ന് സുരേഷിനോട് അനിൽകുമാർ പറഞ്ഞു എന്നുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. വലിയ പെരുമ്പുഴ പാലം എന്ന് പറയുന്നത് മാന്നാറും ഒപ്പം തന്നെ മാന്നാർ ഭാഗത്ത് ഉള്ള പാലമാണ്. അതായത് ഈ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോകത്തക്ക രീതിയിലുള്ള അവിടെ ഒരു ഭാഗമാണ്. ഈ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് ഈ മാന്നാറിനും തട്ടാരമ്പലത്തിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് സുരേഷിനെ അനിൽകുമാർ വിളിക്കുന്നത്. അനിൽകുമാർ വിളിച്ചതനുസരിച്ച് വലിയ പെരുമ്പുഴ പാലത്തിലേക്ക് സുരേഷ് ചെന്നപ്പോഴാണ് അവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നില്ല. അതായത് അനിൽകുമാർ കലയെ എറണാകുളത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന കാറ് അവിടെ പാർക്ക് ചെയ്തിരുന്നത്. ആ കാറിനകത്ത് കലയുടെ മൃതദേഹം കണ്ടു എന്നുള്ള മൊഴിയാണ് സുരേഷിന്റേതായി ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല ഈ മൃതദേഹം അബദ്ധം പറ്റിപ്പോയി എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. മൃതദേഹം മറവ് ചെയ്യുന്നതിനുള്ള സഹായം നൽകണമെന്ന് പറഞ്ഞു. ഇത് കണ്ട് ഭയന്ന താൻ സഹായിക്കില്ല, ഇവിടെ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് വെളിപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യത്തിൽ അനിൽകുമാറിന്റെ ഭീഷണി ഉണ്ടായിരുന്നു, ഭയന്നിട്ടാണ് ഇത് പറയാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് മൊഴി നൽകിയിട്ടുള്ളത്. ഈ സുരേഷിന്റെ നിർണായകമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി, അതായത് ഇത് മിസ്സിംഗ് കേസായിരുന്നു പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്, അത് മാറ്റി കൊലപാതക കുറ്റത്തിന് മാന്നാർ പോലീസ് പുതിയ കേസ് ഇന്നലെ രാത്രിയോടെ എടുക്കുകയും FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. പ്രമോദ്, ജിനു, സോമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ്. അനിൽകുമാർ ഉൾപ്പെടെ 4 പേരാണ് ഇപ്പോൾ കേസിൽ മുഖ്യപ്രതികളായുള്ളത്. 1-ാം പ്രതി അനിൽകുമാറാണ്. അനിൽകുമാർ കലയുടെ ഭർത്താവാണ്. അയാൾ ഇസ്രായേലിലാണ്. അവിടെ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഈ പാലത്തിൽ നിന്നും വലിയ പെരുമ്പുഴ പാലത്തിൽ നിന്നും പിന്നീട് ഈ സഹോദരങ്ങൾ, അതായത് അനിൽകുമാറിനെ ഇത് മറവ് ചെയ്യാനായി സഹായിച്ച, നമ്മൾ ഈ കേസിൽ നേരത്തെ പറഞ്ഞ പേരുകാരായ പ്രതികൾ, അവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും മറ്റ് റിമാൻഡ് നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. ഇതിനകത്ത് ഇവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ് തങ്ങൾ മൃതദേഹം കണ്ടത്. അതായത് അനിൽകുമാർ അവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. ജിനു എന്ന കേസിലെ 2-ാം പ്രതിയാണ് ആദ്യം വിളിച്ചു വരുത്തി മൃതദേഹം കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ജിനുവിനെ ആയിക്കര ജംഗ്ഷനിൽ വെച്ച് വലിയ പെരുമ്പുഴ പാലത്തിൽ നിന്ന് പിന്നീട് മൃതദേഹവുമായി സഞ്ചരിച്ച കാറ് ആയിക്കര ജംഗ്ഷനിൽ എത്തുകയും ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ജിനു ഈ മൃതദേഹം കാണുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെല്ലാവരും ചേർന്ന് ഇത്രയും വലിയ ഒരു തെറ്റ് മറച്ചു വെച്ച് അതിനെ മറവ് ചെയ്യാനും അതിന് കൂട്ടുനിൽക്കുകയും, അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ അത്ര ശക്തമായ രീതിയിലുള്ള വകുപ്പുകൾ തന്നെയാണ് ഇവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കേസിൽ ഇന്ന് മറ്റു തുടർ നടപടികളുമായി മാന്നാർ പോലീസ് മുന്നോട്ട് പോകും. ഭവ്യ. ശരി, ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മാന്നാർ കൊലപാതകത്തിൽ നിർണായകമായ ഒരു സാക്ഷിമൊഴി പുറത്തായിരിക്കുകയാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായാണ് മുഖ്യ സാക്ഷി സുരേഷിന്റെ മൊഴി വന്നിരിക്കുന്നത്. അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പുഴ പാലത്തിലെത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. അബദ്ധം പറ്റിയതായി അനിൽകുമാർ പറഞ്ഞു. മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് അനിൽകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ പറ്റില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഈ സുരേഷ് മടങ്ങിപ്പോവുകയാണ് എന്നുള്ളതാണ് ചെയ്തത് എന്നുള്ളത് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ് സുരേഷ്. അനിൽകുമാറിനെ ഭയന്നിട്ടാണ് ഈ ഒരു തെറ്റിനെക്കുറിച്ച് പുറം ലോകത്തോടോ പോലീസിനോടോ പറയാതിരുന്നത് എന്നുള്ളത് കൂടി സുരേഷ് പറയുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. എറണാകുളം ആലുവയിൽ വൃദ്ധനെ കുത്തിക്കൊന്നു. പറവൂർ കവലയിലുള്ള ഹോട്ടലിലാണ് കൊലപാതകം നടന്നത്. വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം. ഏഴിക്കര സ്വദേശി ശ്രീനിവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ? ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടക്കുന്നത്. ആലുവയിലെ പറവൂർ കവല എന്ന് പറയുന്ന ആലുവയിൽ ദേശീയപാത കടന്നു പോകുന്ന ഭാഗത്തൊരു പ്രദേശമാണ്. ഇവിടെ
ഒരു ചായക്കടയ്ക്ക് അവിടെ രാവിലെ ചായ കുടിക്കാനെത്തിയ രണ്ടുപേർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഈ രീതിയിലേക്ക് കൊലപാതകത്തിലേക്ക് വരുന്നതും 70 വയസ്സുള്ള വൃദ്ധനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ പറവൂര് ഏഴിക്കര സ്വദേശിയായ ശ്രീനിവാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ കയ്യിലിരുന്ന കത്രിക കൊണ്ട് ഇയാളെ ഈ വൃദ്ധനെ മാരകമായി മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്നാണ്. അത് ഈ മുറിവേറ്റയാൾ തൽക്ഷണം മരിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ച ആളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, കൊല്ലപ്പെട്ട ആളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ ആലുവ ഈ പ്രദേശത്തെല്ലാം തന്നെ ഒരു അലഞ്ഞ് തിരിഞ്ഞ് ജീവിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് പലയിടത്തും കടത്തിനെല്ലാം ഉറങ്ങി മുന്നോട്ട് പോകുന്ന ഒരാളെന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. ഈ കൊലപ്പെടുത്തിയ ആൾ എന്ന് പറയുന്നത് ശ്രീനിവാസനും ഈ പരിസരത്തൊക്കെ പതിവായിട്ട് കാണുന്ന ആളാണ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുമിച്ച് കണ്ടവരാണ് എന്ന് പരിസരത്തുള്ളവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുമിച്ചുണ്ടായവർ തന്നെയാണ്. ഇന്ന് രാവിലെ എത്തിയപ്പോഴേക്കും എന്തോ പറഞ്ഞ വാക്ക് തർക്കത്തിലേക്ക് നീങ്ങുന്നു. അതിൽ തൽക്ഷണം സമയത്തുണ്ടായിരുന്ന കത്രിക എടുത്ത ഇയാളെ കുത്തുകയായിരുന്നു. ഇയാൾ വൃദ്ധൻ തൽക്ഷണം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും പോലീസ് സ്ഥലത്തെത്തി ശ്രീനിവാസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള യഥാർത്ഥ കാരണം, വാക്ക് തർക്കവും മറ്റെന്തെങ്കിലും കാരണങ്ങൾ സംബന്ധിച്ച തർക്കങ്ങളുണ്ടോ എന്നതെല്ലാം സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. മരിച്ച ആൾ ആരാണെന്നറിയാനുള്ള ശ്രമങ്ങൾ തുടർന്നു. ശ്രീനിവാസന് ഇയാളെ അധിക നാളായിട്ട് പരിചയമില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് വിശദാംശം പറയുന്നത് ശരിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇയാളെക്കുറിച്ച് കൂടുതൽ ഈ കൊല്ലപ്പെട്ട ആളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുകയാണ്. അറിയാം. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം ആലുവയിലാണ് വൃദ്ധനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പറവൂർ കവലയിലുള്ള ഹോട്ടലിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വാക്ക് തർക്കത്തെ തുടർന്ന് ശ്രീനിവാസൻ എന്ന വ്യക്തി ഈ വൃദ്ധനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ സ്വന്തം പിതാവിന്റെ ചൂഷണങ്ങളും അയാളുടെ സ്വഭാവ വൈകൃതങ്ങളും തുറന്നുകാട്ടി കഴിഞ്ഞ ദിവസം കോട്ടയത്തെ യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ കൂടിയായ പിതാവ് വിശ്വാസത്തിന്റെ മറവിൽ നടത്തിയ ക്രൂരതകളെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് യുവതി തുറന്നു പറഞ്ഞത്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പാസ്റ്ററെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തിയതായും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായും സഭാ നേതൃത്വം അറിയിച്ചു. കോട്ടയത്തെ പാസ്റ്റർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വന്തം മകൾ ന്യൂസ് 18 മുന്നിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. 11 വയസ്സ് മുതൽ താൻ പിതാവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ക്രൂരതകൾക്ക് ഇരയാകപ്പെട്ടു. തന്റെ പ്രായം മറച്ചുവെച്ച് മറ്റൊരു പാസ്റ്ററുമായി 17-ാം വയസ്സിൽ വിവാഹം നടത്തി. വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും നിഷേധിച്ചാണ് പ്രായപൂർത്തിയാകും മുൻപ് വിവാഹം നടത്തിയത്. പ്രാർത്ഥനയ്ക്കായി എത്തിയ നിരവധി യുവതികൾ ഇയാളുടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായും മകൾ ആരോപിച്ചിരുന്നു. നേരത്തെ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതിരുന്നതോടെയാണ് യുവതി ന്യൂസ് 18നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. വാർത്തയ്ക്ക് പിന്നാലെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന സഭാ നേതൃത്വം പാസ്റ്ററെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇയാളെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും സഭാ ആസ്ഥാനമായ കുമ്പനാട് ചേർന്ന IPC എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. പാസ്റ്ററെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്നും സഭാ നേതൃത്വം ന്യൂസ് 18നോട് പറഞ്ഞു. രണ്ടുപേരുടെയും വാദിയുടെയും പ്രതിയുടെയും വാദം കേട്ട് അവരുടെ കുറ്റങ്ങൾ ന്യായാന്യായങ്ങൾ നമുക്ക് മനസ്സിലാക്കി മാത്രമേ നമുക്ക് അടുത്ത ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരു വാരുടെ ഭാവിയല്ലേ, നമുക്ക് ചുമ്മാ ആരെങ്കിലും ഇതിനെ പറഞ്ഞു ചാടാൻ പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങളും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. നാളെ ആർക്കും ആരും എന്തും പറയാം. അപ്പം പറയുന്നതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണ്ടേ. അപ്പൊ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. നമ്മളിപ്പം പാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോകുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പാസ്റ്റർ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി ഉണ്ടായത്. യുവതിയുടെ പരാതി അന്വേഷിക്കാൻ സഭാതലത്തിൽ പ്രത്യേക സമിതിയെ നിയമിക്കും. ന്യൂസ് 18 കൊച്ചി. ഒരിടവേള കൂടി. ഉണ്ടാകാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ എന്നതിന്റെ ഒരു സൂചന കൂടിയാവുകയാണല്ലോ ഇത്. കീഴ്വഴക്കങ്ങൾ ലംഘിക്കരുത് എന്നല്ലേ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്, രാഹുലിനെ പോലെ പെരുമാറരുത് എന്ന് നിർദ്ദേശം നൽകുമ്പോൾ?
തീർച്ചയായും മഞ്ജുഷ്, പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മറുപടി ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. സാധാരണഗതിയിൽ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇതിനെല്ലാം മറുപടി പറഞ്ഞു പോകുന്നതാണ് പതിവ്. അത് ഇത്തവണയും ഏതായാലും ആവർത്തിക്കുകയും ചെയ്യും. അതിന്റെ സൂചന തന്നെയായിരുന്നു ഇന്ന് NDA യോഗത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശം. അതായത് രാഹുൽ ഗാന്ധിയെ കണ്ടു പഠിക്കരുത് എന്നായിരുന്നു അംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം, പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി സൂചിപ്പിച്ച മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വസ്തുതകൾ നിരത്തി മറുപടി പറയണമെന്ന പരാമർശം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും 4 മണിക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ലോക്സഭയെ അഭിസംബോധന ചെയ്യുക. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അടക്കം, ഇന്നിപ്പോൾ അഖിലേഷ് യാദവ് അടക്കം ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി പ്രസംഗത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. मोदी जी की दुनिया में सच्चाई एक्सपंज हो सकती है, मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया. वो सच्चाई है और एक्सपंज करें, जितना करना है करें. सच्चाई सच्चाई होती है. धन्यवाद. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് പറയും എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം ഏറെ ശ്രദ്ധേയമായതാണ്. അതിലെ ഏത് ഭാഗങ്ങളാണ് പ്രധാനമായും വെട്ടിമാറ്റിയത് സഭാരേഖകളിൽ നിന്ന്? മഞ്ജുഷ, 10 വർഷത്തിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെ കണ്ട ദിവസമായിരുന്നു ഇന്നലെ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് വലിയ ആവേശം നൽകുകയും സർക്കാരിനും BJPയെയും പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും ഭരണപക്ഷാംഗങ്ങൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് ഒന്ന്, ഹിന്ദുക്കൾ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവർ 24 മണിക്കൂറും വിദ്വേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി. അതാണിപ്പോൾ സഭാരേഖകൾ നീക്കിയിരിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ ഇതിനെ ചോദ്യം ചെയ്തിരുന്നു BJP അംഗങ്ങൾ. പ്രധാനമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയത് ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു എന്നായിരുന്നു ആരോപിച്ചത്. അതിന് രാഹുൽ നൽകിയ മറുപടി, BJPക്കും ഒപ്പം തന്നെ RSSനും ഹിന്ദുക്കളുടെ മൊത്തം അവകാശമില്ല എന്ന മറുപടി. മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സിറോ മലബാർ സഭയിലെ ഏകീകരിച്ച കുർബാന ക്രമം ഇന്നു മുതൽ നടപ്പാക്കും. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം പരിഹരിച്ചെങ്കിലും അനിശ്ചിതത്വം ഒഴിവായിട്ടില്ല. വിശ്വാസികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരാമെന്ന് സഭാ നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് അൽമായ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വൈദികർ ഉൾപ്പെടുന്ന വിശ്വാസ സംരക്ഷണ സമിതിയും ജനാഭിമുഖ കുർബാനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഏറെക്കാലമായുള്ള പ്രതിസന്ധിയാണ്. എന്തായാലും ഔദ്യോഗികമായി ഈ ഒരു കുർബാന ക്രമം നടപ്പാക്കുകയാണ് ഇന്നു മുതൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും ഈ പ്രതിഷേധം തുടരുമെന്ന് കണക്കാക്കണമോ? എന്താണ് വിശ്വാസികളും അതോടൊപ്പം ഈ ഒരു ജനാഭിമുഖ കുർബാന മതി എന്നുള്ള നിലപാടിലുള്ള വൈദികരും ഒക്കെ പറയുന്നത്? എന്തായിരിക്കാം ഇനിയുള്ള നീക്കങ്ങൾ? ആര്യ, സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. സെൻറ് തോമസ് ഡേ ആണ്. സഭ സ്ഥാപിതമായൊരു ദിവസം എന്നെല്ലാം തന്നെ പറയുന്ന സെൻറ് തോമസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏകീകൃത കുർബാന, സിനഡ് തീരുമാനിച്ച കുർബാന അർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പല തർക്കങ്ങളും ഇതിനിടയിൽ ഉണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങളാണ് ഒടുവിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക്, പൂർണ്ണമായിട്ടല്ല എങ്കിൽ കൂടിയും ഒരു സമവായം എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച മറ്റ് കടമുള്ള ദിവസങ്ങൾ, അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളുടെ ഇതിൽ കുർബാനകളിൽ അന്ന് കൂടുതൽ കുർബാനകൾ ഉണ്ടാകാം. അതിൽ ഏതെങ്കിലും ഒരു കുർബാന ഏകീകൃത കുർബാനയാകണം എന്ന രീതിയിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കവും എതിർപ്പും എല്ലാം തന്നെ വളരെ രൂക്ഷമായിരുന്നെങ്കിലും അതിനോട് അവർ ചെറിയ രീതിയിലെങ്കിലും സമരസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എവിടെയെങ്കിലും തർക്കങ്ങളുണ്ടായാൽ, വിശ്വാസികൾ എതിർപ്പുയർത്തിയാൽ അവിടെ ജനാഭിമുഖ കുർബാന, പഴയ പോലെ ജനാഭിമുഖ കുർബാന ചൊല്ലാമെന്നൊരു ഉറപ്പ് സഭ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ ചർച്ച നടത്തിയ അൽമായ മുന്നേറ്റം ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഇത് ചൊല്ലിയില്ലെങ്കിൽ കടുത്ത നടപടികളടക്കം നേരത്തെ പറഞ്ഞിരുന്നു. അത്തരം നടപടികൾ ഉണ്ടാകില്ല എന്ന രീതിയിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കുർബാന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു ആദ്യ കുർബാന കാര്യങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിലും പൂർത്തിയാകുന്നു. അപ്പോൾ 3 കുർബാനയടക്കം ഇന്ന് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നെല്ലാം ഏകീകരിച്ച കുർബാനയാകും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഒരു സ്ഥിതി. എവിടെയെങ്കിലും ഇതുവരെയും മറ്റൊരു തർക്കങ്ങളോ കാര്യങ്ങളോ വന്നതായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഈ ദിവസം അത് നടപ്പാക്കിയിട്ടുണ്ടോ, അത് എവിടെയെങ്കിലും എതിർപ്പുയർന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഒപ്പം വൈദികർ ഉൾപ്പെടുന്ന അതിരൂപത സംരക്ഷണ സമിതിയുടെ ഒരു നിലപാട് ജനാഭിമുഖ കുർബാനയായിരിക്കണം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഔദ്യോഗിക കുർബാന ആകേണ്ടത് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ വൈദികർക്കെതിരെ വന്നാൽ അന്ന് തന്നെ സഭാ നേതൃത്വവുമായുള്ള ഈ ഒരു കരാറിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല, പൂർണ്ണമായും എവിടെയും സ്വച്ഛമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം തർക്കങ്ങളും കേസുകളും നിലനിൽക്കുന്ന പള്ളികളുണ്ട് കുർബാന സംബന്ധിച്ച്. ആ പള്ളികളിലെല്ലാം തന്നെയും പഴയ രീതിയിൽ ജനാഭിമുഖ കുർബാന തന്നെ ആയിരിക്കുമെന്ന കാര്യങ്ങൾ കേസ് പിൻവലിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഏത് കുർബാന എന്ന രീതിയിൽ ഒരു ചോയ്സിലേക്ക് പോകുന്നുള്ളൂ. അല്ല എങ്കിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്നൊരു നിലപാടുമാണ് വിമത വിഭാഗം എന്ന് പറയുന്ന അൽമായ മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതിയും എല്ലാം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് പൂർണ്ണതയിൽ ഈ തീരുമാനം നടപ്പാക്കിയോ എന്നറിയാൻ നമ്മൾ കുറച്ചുകൂടി തന്നെയും കാത്തിരിക്കേണ്ടിയും വരും. അറിയാം, തീർച്ചയായും അതാണ് സാഹചര്യം. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സെക്രട്ടേറിയറ്റിന് മുൻപിൽ ധർണ നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ മോൻസ് ജോസഫ്, ചാണ്ടി ഉമ്മൻ, റോജി എം ജോൺ, ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, സജീവ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ജൂലൈ 3 സെന്റ് തോമസ് ഡേ അവധി ദിവസമാക്കുക, സിറോ മലബാർ സമുദായത്തിന് മൈനോറിറ്റി ആൻഡ് മൈക്രോ മൈനോറിറ്റി പദവി നൽകുക, കേന്ദ്ര സർക്കാരിന്റെ ജിയോ പാഴ്സി സ്കീം പോലെ സിറോ മലബാർ സമുദായത്തിന് പദ്ധതികൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചു. ഭരണ പ്രതിപക്ഷ MLA-മാരും ധർണയിൽ പങ്കെടുത്തു. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യവുമായി കർഷകൻ. ഇപ്പോഴുള്ള 180 രൂപ എന്നതിന് പകരം 200 രൂപയാക്കണമെന്നാണ് ആവശ്യം. ആഭ്യന്തര വിപണിയിലെ ക്ഷാമം അവസരമാക്കി ടയർ കമ്പനികൾ ഇറക്കുമതിക്ക് നീങ്ങിയതോടെ നിലവിലെ വിലവർധന കുറയുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. റബ്ബർ കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു വില കൂടി നിൽക്കുന്ന സമയം, അതായത് സമീപകാലത്തൊന്നും ഇല്ലാത്തതിനപ്പുറത്തേക്ക് 205 രൂപയിലേക്കൊക്കെ റബ്ബർ ഷീറ്റിന്റെ വില വരുന്ന സാഹചര്യമുണ്ട്. ലാറ്റക്സിന്റെ വില കുതിച്ചുയർന്ന് നിൽക്കുന്നു. പക്ഷേ ഈ സമയം കർഷകരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ മഴമറ ഒക്കെ ഇടുന്നതിന് സബ്സിഡി ലഭിക്കുന്നത് പോലും മെയ് അവസാനം മാത്രമാണ്. അതിനുശേഷം മാത്രമാണ് ഈ മഴമറ ഇടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനുശേഷം കാര്യമായ റബ്ബർ വെട്ട് നടന്നിട്ടില്ല, പാൽ സംഭരണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വില കൂടിയതിൻ്റെ ഒരു ഗുണം അവർക്ക് ഇല്ലാതാകുന്നു. തൊട്ടിപ്പുറത്ത് തന്നെ ടയർ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം നടത്തുന്നു. അതായത് ഇവിടെ റബ്ബറിന്റെ ദൗർലഭ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം നടത്തും. ഇവിടുത്തെ ടയർ കമ്പനികൾ ഇപ്പോൾ ഒരു ആസൂത്രിതമായ നീക്കം, കഴിഞ്ഞ കൊല്ലം നടത്തിയതുപോലെ ഒരു നീക്കം നടത്തുകയാണ്. ഉൽപാദനത്തിന്റെ കുറവിന്റെ പുറകിൽ ഈ പറയുന്ന റബ്ബർ ഷീറ്റ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പോയാൽ ഒരു ആഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ഒരു 25 രൂപ എങ്കിലും 1 കിലോയിൽ കുറയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായി ഇടപെടണം. ജൂലൈ ഒക്കെ കഴിയുന്നതോടുകൂടി ഈ വില വീണ്ടും ഇടിയുന്ന നിലയിലേക്ക് എത്തും. അതായത് സംസ്ഥാനത്തെ കർഷകർക്ക് സംഭരണം തുടങ്ങുന്ന സമയത്തേക്ക്, റബ്ബർ ഷീറ്റ് അവരുടെ കയ്യിൽ എത്തുന്ന സമയത്തേക്ക് അവർക്ക് കയ്യിൽ പണം കിട്ടുന്നത് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിലാണ് 180 രൂപയായി റബ്ബർ വില വർദ്ധിപ്പിച്ചത്. പക്ഷേ ആ രൂപയൊന്നും തന്നെ അതിലേക്ക് വില സ്ഥിരതാ ഫണ്ടിലേക്ക് പണമൊന്നും തന്നെ നൽകേണ്ട സ്ഥിതി സംസ്ഥാന സർക്കാരിന് ഉണ്ടായില്ല. കാരണം
ഈ പണം പ്രഖ്യാപിച്ചപ്പോൾ അതിനപ്പുറത്തേക്ക് തന്നെ ഈ തുക എത്തിയിരുന്നു, റബ്ബർ വില എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ചിലവുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വർദ്ധിച്ച വില ഉയർന്ന സാഹചര്യത്തിൽ വില സ്ഥിരതാ ഫണ്ടും ഉയർത്തണം എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. പ്രത്യേകിച്ച് അതിനൊരു കാരണം കൂടിയുണ്ട്. ഇടത് പക്ഷം LDF അധികാരത്തിലെത്തിയത് റബ്ബർ വില അടിസ്ഥാന വില 250 രൂപയാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അത് 200ലേക്ക് പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 200 രൂപയെങ്കിലും ആക്കണം. അടിയന്തരമായി ആക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം, ഈ റബ്ബർ വില വർധനവിൻ്റെയും അല്ലെങ്കിൽ ഈ വിപണി ഇങ്ങനെ മാറി വരുന്നതിൻ്റെയൊക്കെ ഒരു ഗുണം കിട്ടുള്ളൂ. റബ്ബർ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ചെലവ് പോലും ഫലത്തിൽ കിട്ടുന്നില്ല, കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു സാഹചര്യം. പക്ഷേ സമീപകാലത്ത് വില കൂടി, പക്ഷേ ഇവിടെ ഒരു സീസൺ അല്ലാതായി മാറുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാം എന്നതാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. CPM-നെ പ്രതിരോധത്തിലാക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. കൈക്കൂലി കേസിൽ പ്രതിയായതോടെ CPM രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല. നേതൃത്വം അറിയാതെ വൈസ് ചെയർപേഴ്സണെ ചുമതലയേൽപ്പിച്ചതും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് സൂചന. വിജിലൻസിൽ ഹാജരാകുവാൻ നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായില്ല. തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി 1 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത്. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ 2ാം പ്രതിയാണ്. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം തേടിയ CPM ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല. ആദ്യം രാജിസന്നദ്ധത അറിയിച്ച ചെയർമാൻ പിന്നീട് മലക്കം മറിഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണെന്നാണ് സൂചന. അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം സംസാരിച്ച ഘട്ടത്തിൽ രാജിവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു ആരോപണം ഈ വിഷയം വന്നതിന് ശേഷം ഉയർന്നു വന്ന ഒരാളാണ്. മുമ്പ് BJP എയെ തടഞ്ഞു വെക്കുകയും പരാതി രേഖാമൂലം നൽകുകയും ചെയ്തിരുന്നതാണ് വിഷയം. എനിക്കെതിരെ CPM പരാതി കൊടുത്തിട്ടുണ്ട്. CPM-ന്റെ കൗൺസിലർമാരെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. വിജിലൻസിലടക്കം പരാതി കൊടുത്ത നിരവധി മിനിമതു അടക്കം സബീന ബിഞ്ചു കൗൺസിലർമാരെല്ലാവരും CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടക്കം കൗൺസിലർമാർ നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ സമരത്തിൽ ഞങ്ങളടക്കം പ്രതികളും. ചെയർമാൻ അടക്കം അന്ന് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഴിമതിക്കാരനാണ്, അഴിമതിക്കാരനാണ്, പണം കൊടുത്താലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞതാണ് തെറ്റ്. നവകേരള സദസ്സിനടക്കം പലരിൽ നിന്നായി പണം പിരിച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. രാജിവെക്കേണ്ടി വന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും സനീഷ് ജോർജ് പാർട്ടി നേതൃത്വത്തിന് നൽകിയെന്നാണ് വിവരം. നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെന്തൊരു സമ്മർദ്ദത്തിലാണോ? എന്ത് പറയുന്ന നവകേരള സദസ്സിന് 10 ലക്ഷം രൂപ ചെയർമാൻ എവിടെ നിന്ന് എടുത്തു തരും? ചെയർമാൻ എന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹിയായിരുന്നു. ആ ഭാരവാഹിയായാൽ കൂട്ടാൻ നിന്ന് ഇവിടുന്ന് ആയിട്ട് ആളുകളിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പിന്നെ തെളിയിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പത്രസമ്മേളനം എന്തുകൊണ്ടും നടത്തിക്കോട്ടെ, നടത്തി തെളിയിക്കണമല്ലോ. ഞങ്ങളുടെ അറിവില്ല. പിന്നെ CPM-ന് ചെയർമാനെ ഉപയോഗപ്പെടുത്തി പണം പിരിക്കേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യം എന്തായാലും കേരളത്തില് സംഘാടക സമിതി ചെയർമാനായാലല്ലായിരുന്നു. പക്ഷെ സംഘാടക സമിതി MLA സഹകരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് LDF നഗരസഭ ഭരണം പിടിച്ചത്. ജെസി ജോണിയെ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയിരുന്നു. 35 അംഗ ഭരണസമിതിയിൽ LDF-ന് 14-ഉം UDF-ന് 12-ഉം BJP-ക്ക് 8 അംഗങ്ങളാണ് നിലവിലുള്ളത്. അതേസമയം വിജിലൻസിൽ ഹാജരാകാൻ പറഞ്ഞ് നഗരസഭാ ചെയർമാനെ നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല. ചെയർമാൻ നഗരസഭയിൽ 15 ദിവസത്തെ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ചേലക്കര സ്ഥാനാർത്ഥിയെന്നല്ല, നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഏത് ചുമതലയും ഏറ്റെടുക്കുമെന്ന് രമ്യ ഹരിദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. പാലക്കാട് DCC നേതൃത്വം തനിക്കെതിരാണെന്ന വാദം ശരിയല്ല. DCC പ്രസിഡന്റ് ഒരു വ്യക്തിയാണെന്നും നേതൃത്വമല്ലെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസിനുള്ള സാധ്യത, പ്രഥമ പരിഗണന തന്നെ അവർക്ക് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും രമ്യ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും വയനാടൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ചേലക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി താങ്കളുടെ പേര് പ്രഥമ പരിഗണനയിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തു തോന്നുന്നു?
കാരണം പാർട്ടി അത്തരം ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ, പാർട്ടി തലങ്ങളിലുള്ള യോഗങ്ങൾ, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെയുള്ള അതിൻ്റെ യോഗങ്ങളും പ്രാഥമികമായിരിക്കുന്ന അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലുമാണ് പാർട്ടി ഊന്നൽ കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാം പാർട്ടി അതിൻ്റെതായ സമയങ്ങളിൽ അത്തരം ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പാർട്ടി പരിഗണിക്കുകയാണെങ്കിൽ അത് തള്ളിക്കളയില്ല. കാരണം എൻ്റെ ഓരോ ഘട്ടങ്ങളിലും അറിയാലോ, ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തതും പാർട്ടിയാണ്. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ അവിചാരിതമായിട്ടാണ് ആലത്തൂർ പാർലമെന്റിലെ സ്ഥാനാർത്ഥിയായിട്ട് ആ ഉത്തരവാദിത്തം എന്നിലേക്ക് എത്തിയത്. ആ എത്തുന്നതിന്റെ പിന്നിലും അതിന് നേതൃത്വം കൊടുത്തതും അതിന്റെ തീരുമാനമെടുത്ത് ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതും പാർട്ടിയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും പാർട്ടി എടുത്ത സ്റ്റെപ്പുകളാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വഴിത്തിരിവായിട്ട് മുന്നോട്ട് പോയത്. അപ്പം നിങ്ങൾക്കറിയാലോ, ഒരു പരിചയമില്ലാതിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയതും പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനങ്ങളും പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തക എന്നുള്ള രീതിയിൽ. അപ്പം അതിൽ പാർട്ടി ഏത് തീരുമാനങ്ങൾ എടുത്താലും അതിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ചേലക്കര മണ്ഡലത്തിലെ ഒരു UDFന്റെ സാധ്യതകൾ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? കാരണം ചേലക്കര മാത്രമല്ല, കാരണം കേരളത്തിൽ കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയധികം ബുദ്ധിമുട്ടുകൾ, അത്രയധികം പ്രയാസങ്ങൾ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയങ്ങളിൽ കേരളത്തിൽ ഒരു UDF തരംഗം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് സർക്കാർ വേണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ UDF സംവിധാനമാണെങ്കിലും കോൺഗ്രസ് സംവിധാനമാണെങ്കിലും ചിട്ടയായിട്ട് അതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വാളയാർ എറണാകുളം റൂട്ടിൽ 100 കിലോമീറ്ററിനുള്ളിൽ 3 ടോൾ പിരിവ് കേന്ദ്രങ്ങളാണുള്ളത്. പന്നിയങ്കര ടോൾ സ്റ്റേഷനെതിരെ ജനങ്ങൾ സമരം ശക്തമാക്കിയെങ്കിലും പകൽ കൊള്ളയ്ക്ക് അറുതിയില്ല. പ്രദേശവാസികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും വാഹനങ്ങളെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന നിലപാടിലാണ് ടോൾ കമ്പനി. 2022 മാർച്ച് 9 പാലക്കാട് തൃശൂർ റൂട്ടിലെ പന്നിയങ്കരയിൽ ടോൾ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. വാളയാർ ടോൾ സ്റ്റേഷനിൽ നിന്ന് 54 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് പന്നിയങ്കര ടോൾ സ്റ്റേഷൻ. ഇവിടെ നിന്ന് 38 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത ടോൾ സ്റ്റേഷനായ പാലിയേക്കര. കോയമ്പത്തൂരിൽ നിന്ന് ചാലക്കുടി എത്തണമെങ്കിൽ ലൈറ്റ് വാഹനങ്ങൾ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 360 രൂപയും ഇല്ലെങ്കിൽ ഇരട്ടിയും നൽകണം. നിർമ്മാണം പൂർത്തിയാകാത്ത കുതിരാൻ തുരങ്ക നിർമ്മാണം ചൂണ്ടിക്കാട്ടിയാണ് പന്നിയങ്കരയിലെ ടോൾ പിരിവ്. ഹെവി വാഹനങ്ങൾക്ക് എത്രയോ ഇരട്ടിയും വേണം. മുമ്പ് സ്കൂൾ വാഹനങ്ങൾ, പ്രദേശവാസികളുടെ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ, ടോറസ് ലോറികൾ എന്നിവയെ ടോളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സ്വകാര്യ ബസ്സുകളും ടോറസുകാരും ഇപ്പോൾ ടോൾ നൽകണം. സ്കൂൾ വാഹനങ്ങളെയും പ്രദേശവാസികളുടെ വാഹനങ്ങളെയും ടോളിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ജനകീയ സമിതി സമരവുമായി ഇറങ്ങിയത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഓരോ 1-ാം തീയതികളിലും പലപ്പോഴായിട്ട് 6 തവണ എന്തോ ഇവർ ഇത്തരത്തിൽ ഒരു ടോൾ പിരിക്കുന്നുള്ള തീരുമാനം എടുത്തിരുന്നതാണ്. അതിൽ നിന്ന് ശക്തമായ ബഹുജന പ്രക്ഷോഭം വന്നതോടുകൂടിയിട്ടാണ് ഇവർ ഈ ഈ തീരുമാനം നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇത് എത്ര തവണ ഇതേ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ വളരെ ആശങ്കയുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരാരാണോ, അത് കരാർ കമ്പനിയായിട്ടും ഇപ്പോൾ ടോൾ പിരിക്കുന്ന സെക്യൂറ എന്ന കമ്പനിയായിട്ടും ചർച്ച ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ ആരാണോ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവർ ഈ ടോൾ കമ്പനിയായിട്ട് വളരെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിലവിൽ ഉള്ള ഇളവ് 27 മാസക്കാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇളവ് അതേപോലെ ഒരു കൃത്യമായ അന്തിമമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തുടരണം. പന്നിയങ്കര ടോൾ സ്റ്റേഷനിൽ തുടക്കത്തിൽ 40 ലക്ഷത്തോളമായിരുന്നു പ്രതിദിന വരുമാനം. ഇപ്പോൾ 50 ലക്ഷത്തിന് മുകളിലാണ്. വെള്ളിമുങ്ങ മുതൽ ഹെവി വാഹനങ്ങൾ വരെയാണ് ടോൾ നൽകേണ്ടത്. തൽക്കാലത്തേക്ക് ടോൾ പിരിവ് നിർത്തിയെങ്കിലും സ്കൂൾ വാഹനങ്ങളെയും പ്രദേശവാസികളെയും ഒഴിവാക്കില്ലെന്നാണ് മുംബൈ ആസ്ഥാനമായുള്ള സെക്യൂറ ടോൾ കമ്പനിയുടെ നിലപാട്. അങ്ങനെയെങ്കിൽ സമരം ശക്തമാക്കാനാണ് ടോൾ വിരുദ്ധ സമിതിയുടെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. പാവപ്പെട്ട 50 യുവതീ-യുവാക്കൾക്ക് മംഗല്യഭാഗ്യമൊരുക്കി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിയും. മകൻ അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങുകളുടെ മുന്നോടിയായാണ് 50 യുവതീ-യുവാക്കളുടെ സമൂഹ വിവാഹം നടത്തിയത്. ജൂലൈ 12 അനന്ത് അംബാനിയുടെയും നർത്തകി രാധിക മർച്ചന്റിന്റെയും വിവാഹം.
മുംബൈയിലെ റിലയൻസ് കോർപ്പറേറ്റ് പാർക്കിലായിരുന്നു ആഘോഷാന്തരീക്ഷത്തിൽ സമൂഹ വിവാഹം. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ നിന്നുള്ള 50 യുവതിയുവാക്കളാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. നവവധൂവരന്മാർക്ക് സമ്മാനങ്ങൾ നിതാ അംബാനി സമ്മാനിച്ചു. അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിന്റെ ശുഭലഗ്ന ചടങ്ങുകൾ തുടക്കമായിരുന്നു സമൂഹ വിവാഹം. റിലയൻസ് ഇൻഫോകോം ചെയർമാൻ ആകാശ് അംബാനി, ഭാര്യ ശ്ലോക അംബാനി, റിലയൻസ് റീറ്റെയിൽ മേധാവി ഇഷ അംബാനി, ഭർത്താവ് ആനന്ദ് പിരമൽ എന്നിവരും ചടങ്ങിന് സാക്ഷിയായി. സമൂഹ വിവാഹ ചടങ്ങ് സംഘടിപ്പിക്കാനായതിൽ മതിയായ സന്തോഷമുണ്ടെന്ന് നിതാ അംബാനി. विवाहित जोड़ियों को देखकर बहुत ही आनंद हो रहा है. मैं एक माँ हूँ और माँ को जितनी खुशी होती है अपने बच्चों की शादी देखकर, वही आनंद आज मुझे आ रहा है. ये सब लोग को मेरा खूब सारा आशीर्वाद. अभी आज से हमारे बच्चे अनंत और राधिका के शुभ लग्न की सब उत्सवें. ദമ്പതികൾക്ക് മംഗൾസൂത്രയും വിവാഹമോതിരവും മുക്കുത്തിയുമടങ്ങിയ ആഭരണങ്ങളും റിലയൻസ് കുടുംബം സമ്മാനിച്ചു. 1,01,000 രൂപയുടെ ചെക്കും 1 വർഷം കഴിയാനുള്ള വീട്ടുസാധനങ്ങളും ഒപ്പം നൽകി. നവവധൂവരന്മാരും കുടുംബാംഗങ്ങളുമായി 800-ലേറെ പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുംബൈ. പുന്നത്തൂർ തനക്കോട്ടയിലെ നായകനായ ഗുരുവായൂർ നന്ദന് ഇത് നീതികാലമാണ്. ഈ സമയത്തും ആനയ്ക്ക് മതിയായ സുഖചികിത്സ നൽകാനുള്ള തീരുമാനത്തിലാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആനകളിൽ മുമ്പനാണ് ഈ ഗജവീരൻ. ഒറ്റനോട്ടത്തിൽ ആരുടെയും മനസ്സ് കീഴടക്കുന്ന ലക്ഷണത്തികവ്, ഏതാൾക്കൂട്ടത്തിലും കൈവിടാത്ത ശാന്ത സ്വഭാവം. നിലവിൽ പുന്നത്തൂർ കോട്ടയിലെ കാരണവർ. ആനപ്രേമികളുടെ ആവേശമാണ് ഗുരുവായൂർ നന്ദൻ. പൊതുവെ ആനകൾ ഭക്ഷണത്തോട് അത്ര അടുപ്പം കാണിക്കാത്ത നീരുകാലത്തും നന്ദൻ ഭക്ഷണക്രമത്തിൽ പതിവ് പോലെ ഉഷാർ. ഇനി സുഖചികിത്സയുടെ നാളുകൾ. ഗുരുവായൂരപ്പൻ്റെ നന്ദനാന എന്ന് പറയുന്നത് ഗുരുവായൂർ നന്ദൻ എന്ന് തൃശ്ശൂർ പൂരത്തിൽ കോലമെടുക്കുന്ന ആന, പറമക്കവന് വേണ്ടി കോലെടുത്ത ആനയാണ്. വളരെ സ്വഭാവത്തിൽ ആരെയും ഇഷ്ടപ്പെടുന്ന, ആരെയും സ്നേഹിക്കുന്ന, ആരെയും കൂടെ നടക്കുന്ന, നമ്മൾ ചെന്ന് എന്ത് പറഞ്ഞാലും നമ്മോട് പ്രതികരിക്കുന്ന, ശല്യം ചെയ്യാത്ത, ഒരു വന്യമൃഗത്തിൻ്റെ രീതിയിൽ പെടുത്താൻ പറ്റില്ല, അത്രയും രീതിയിൽ നമ്മോട് പെരുമാറുന്ന ആനയാണ് നന്ദൻ. നന്ദൻ്റെ ആകെ ഒരു പ്രശ്നം, നന്നായി ഭക്ഷണം കഴിക്കണം. അതാണ് ആ ശരീരത്തിൻ്റെ തൂക്കത്തിൻ്റെ പ്രതി. അവൻ നീരിലിപ്പോൾ കെട്ടിയിരിക്കുക, എന്നാലും അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും വേറെ കാര്യത്തിലും അവൻ ശ്രദ്ധ കൊടുക്കില്ല. കാരണം ഭക്ഷണത്തിലാണ് അവൻ്റെ പ്രധാന കേന്ദ്രീകരണം. പിന്നെ ആരോടും ദേഷ്യപ്പെടാതെ പാപ്പാന്മാരോടൊക്കെ വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു ആനയാണ് നന്ദൻ. ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് അടുത്ത കാലത്ത് ആരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ അതാണ് നന്ദൻ്റെ ഒരു പ്രത്യേകത. എവിടെയും ഏതൊരു സ്ഥലത്ത് കൊണ്ടു നിർത്തിയാലും ആളുകൾ അതിന് ചുറ്റും കൂടും. അത് കടൽ കാണാൻ ആളുകൾ ഓടിക്കൂടുന്നവർ നന്ദനെ കാണാൻ ആളുകൾ ഓടിക്കൂടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ നാട്ടാനയായ നന്ദന്റെ ഭാരം 7500 കിലോയാണ്. തൃശൂർ പൂരമടക്കം കേരളത്തിലെ പ്രധാന പൂരങ്ങളുടെയെല്ലാം നായകൻ. നീരുകാലവും സുഖചികിത്സയുമൊക്കെ കഴിഞ്ഞ് പൂരപ്പറമ്പുകളിലുള്ള നന്ദന്റെ വരവ് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ന്യൂസ് 18 തൃശൂർ. അപ്പോൾ ഈ കരിവീരന്റെ വാർത്തയോടെ നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ വരും ബുള്ളറ്റിനുകളിൽ ഉണ്ടാകും. പ്രേക്ഷകർ ന്യൂസ് 18 ഒപ്പം തുടരുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമസ്കാരം. സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്